إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا محمدًا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهدي قلبه والله بكل شيء عليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ, നമ്മുടെ ഇബാദത്തുകളെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് മറന്നുപോയവരുണ്ടെങ്കിൽ അത് പുതുക്കുക. നവീത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. പരിശുദ്ധമായ റമദാനിൻ്റെ ഒരു പക്ഷേ ഏറ്റവും അവസാനത്തെ രാത്രിയിലാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റമദാൻ 1 മുതൽ പല രീതിയിലുള്ള നസീഹത്തുകളും ഉപദേശ നിർദ്ദേശങ്ങളുമൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ചില ആലോചനകളും ചില ചിന്തകളും നമുക്കിവിടെ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ അത് വസ്തുക്കളാകട്ടെ, ഇനി വസ്തുക്കളല്ലാത്ത ഉപയോഗങ്ങളാകട്ടെ, സംവിധാനങ്ങളാകട്ടെ, അതെല്ലാം 2 രീതിയിലാണ്. ഒന്ന് മഹ്ബൂബാത്തുകളാണ്, മറ്റൊന്ന് മക്രൂഹാത്തുകളാണ്. മഹ്ബൂബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നല്ല വസ്ത്രം, നല്ല വീട്, നല്ല പാർപ്പിടം, നല്ല കുടുംബം, നല്ല ജോലി, നല്ല ശമ്പളം, ഇതൊക്കെ മഹ്ബൂബാത്തുകളാണ് മനുഷ്യൻ്റെ. ആരോഗ്യം. ഇനി മക്രൂഹാത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത, തനിക്ക് വന്നു പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. രോഗം, സാമ്പത്തിക നഷ്ടങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ പാർപ്പിടമില്ലായ്മ, തൊഴിലില്ലായ്മ, ഇതൊക്കെ മക്രൂഹാത്തിൽപ്പെട്ടതാണ്. മനുഷ്യനതിനെ വെറുക്കുകയും അതിൽ നിന്നും മോചനം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. നമ്മളെല്ലാ ആളുകളെയും അടിസ്ഥാനപരമായ ആഗ്രഹം, അല്ലെങ്കിൽ നമ്മളൊരു മനോതലം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, പ്രയാസങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഒരു മനുഷ്യനും വേദനയെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഏതർത്ഥത്തിലുള്ള വേദന ആകട്ടെ, ശാരീരികമായ വേദന ആകട്ടെ, മാനസികമായതാകട്ടെ, സാമ്പത്തികമായതാകട്ടെ. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന എന്തെല്ലാം വികസനങ്ങളും വളർച്ചകളും കണ്ടുപിടുത്തങ്ങളും ഉണ്ടോ, അതെല്ലാം ഓരോ ഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ വളർച്ചയുടെ, എവല്യൂഷൻ്റെ, പരിണാമത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ മനുഷ്യൻ അവൻ്റെ വേദനകളെ മാറ്റുന്നതിന് വേണ്ടി, തടസ്സങ്ങളെ മാറ്റുന്നതിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ചൂടിൻ്റെ ആധിക്യം കൂടിയപ്പോൾ, അത് മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതായപ്പോൾ അതിൽ നിന്നും എങ്ങനെ മറികടക്കാം എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി. ഇന്ന് നമ്മൾ കാണുന്ന നല്ല എയർ കണ്ടീഷനിങ് സംവിധാനങ്ങൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ മസാജിദുകളിൽ എല്ലായിടത്തും വന്നു. യാത്ര മനുഷ്യർക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. 2 പോയിന്റുകളിൽ നിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ദിവസങ്ങളെടുക്കും. അപ്പോൾ ഈ യാത്ര വലിയ പ്രശ്നമായപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം? ഈ പ്രശ്നമായിരുന്നു മനുഷ്യനെ കൊണ്ട് ചക്രങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്കും അതിൽ നിന്നും വാഹനത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കും, ആ വാഹനം തന്നെ നമ്മളിന്ന് അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും മുന്തിയ ഇനങ്ങളിലേക്ക് എത്തുകയുണ്ടായി. തൻ്റെ നഗ്നത വെളിവാകുക എന്ന് പറയുന്നത് മനുഷ്യത്വമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് എങ്ങനെ മറികടക്കാം,
ആ വസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ ചൂടുള്ള സ്ഥലത്തുള്ള വസ്ത്രങ്ങൾ, തണുപ്പുള്ള സ്ഥലത്തെ പ്രശ്നങ്ങൾ. വസറാബീല തഖീക്കുമുൽ ഹർറ വസറാബീല തഖീക്കും ബഅസക്കും. യുദ്ധത്തിൽ ധരിക്കാൻ പ്രത്യേകം വസ്ത്രം, സാധാരണ യാത്രകളിൽ ധരിക്കാൻ പ്രത്യേകം വസ്ത്രം, ചൂടുള്ള സ്ഥലങ്ങളിൽ ധരിക്കാൻ പ്രശ്നം. ഇതൊരു മനുഷ്യന് ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഇതിനെങ്ങനെ മറികടക്കാമെന്ന് മനുഷ്യൻ ചിന്തിക്കുകയും ആ രീതിയിലുള്ള വസ്ത്രവിധാനങ്ങളും ഇന്ന് കാണുന്ന എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ അതൊക്കെ മനുഷ്യന് കണ്ടുപിടിക്കുകയും ചെയ്തു. ഇങ്ങനെ മനുഷ്യൻ അൾട്ടിമേറ്റ്ലി ആഗ്രഹിക്കുന്നത് സഫറിങ് ഇല്ലാത്ത, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തൊരു ജീവിതമാണ്. അതിനാണ് നമ്മളെല്ലാ ആളുകളും ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം ഓട്ടങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടോ, അധ്വാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ എല്ലാം ആകത്തുക നമ്മൾ ചോദിച്ചാൽ ഇതാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താ നമ്മൾ ചിന്തിച്ചാൽ ഇങ്ങനെയല്ല. ഇതല്ല യാഥാർത്ഥ്യം. റിയാലിറ്റി എന്താണ്? ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ചിട്ടുള്ള ആരെല്ലാമുണ്ടോ, അതാണാകട്ടെ പെണ്ണാകട്ടെ, മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, കറുത്തവൻ വെളുത്തവൻ, ആഫ്രിക്കക്കാരൻ ഏഷ്യക്കാരൻ യൂറോപ്യൻ, ഏതുമായിക്കൊള്ളട്ടെ, എല്ലാ ആളുകളും സഫർ ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ മനുഷ്യന്മാരും അനുഭവിക്കുന്നു, പ്രയാസപ്പെടുന്നു, ബുദ്ധിമുട്ടിലാണ്. ഈ പ്രശ്നത്തിന് പരിഹരിക്കാൻ വേണ്ടി മനുഷ്യന്മാർ ഉണ്ടായ കാലം മുതൽ ആലോചിച്ചു തുടങ്ങി. നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞത് വസ്തുക്കളുടെ കണ്ടുപിടുത്തം മാത്രമാണ്. പക്ഷേ ഈ വസ്തുക്കളുടെ കണ്ടുപിടുത്തത്തിനപ്പുറത്തും പ്രശ്നങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ തൻ്റെ ഈ പ്രശ്നത്തിന് എങ്ങനെ മറികടക്കാം അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് പല രീതിയിലുള്ള ചിന്താധാരകളും ലോകത്ത് ഉടലെടുത്തിട്ടുള്ളത്. നമ്മുടെ ഫിലോസഫി ആ ഭാഗത്തൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റൻഷ്യലിസവും നിഹിലിസവും അബ്സേർഡിസവും അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഇതൊക്കെ എന്തിന് രൂപാന്തരപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സഫറിങ്ങിൽ നിന്നും ഒരു മുക്തി വേണം, മോചനം വേണം. ചില ആളുകളൊക്കെ മോക്ഷം എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അതും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ്. അവർ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മരണത്തിന് ശേഷം അയാൾ അടുത്ത രൂപമായി ജന്മം കൊള്ളുന്നു, ആ മരണത്തിന് ശേഷം അടുത്ത രൂപമായി ജന്മം കൊള്ളുന്നു. ഇത് അവർക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മോക്ഷം കിട്ടണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആണും പെണ്ണും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഈ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. മതമില്ലാത്ത ഒരാളെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു എത്തീസ്റ്റിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ആ അയാളുടെ ജീവിതം മുഴുവൻ ദൈവമില്ല എന്നും അള്ളാഹു ഇല്ല എന്നും ഒക്കെ സമർത്ഥിക്കാൻ വേണ്ടി രാവും പകലും അധ്വാനിക്കുന്നതിനോടൊപ്പം തന്നെ ലോകത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അയാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അയാളെ ചുറ്റുവട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾ ആദ്യം തെറി വിളിക്കുന്നത്, അയാൾ ആദ്യം കുറ്റപ്പെടുത്തുന്നത് ദൈവത്തിനെയാണ്. വയനാട് ഉരുൾപൊട്ടലുണ്ടായി, ആദ്യത്തെ ചോദ്യം ദൈവം എന്തായിരുന്നു ചെയ്തിരുന്നതെന്നാ. അപ്പോൾ ഉള്ളൊരു സാധനത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ചോദിക്കുക. നമ്മുടെ സ്ഥാപനത്തിനൊരു മേധാവി ഉണ്ടാവുകയും ആ സ്ഥാപനത്തിനൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ചോദിക്കുക, എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ മേധാവി ഇടപെട്ടില്ല? ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ സ്റ്റേറ്റിൽ നടക്കുന്ന 2-3 പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ആഭ്യന്തര വകുപ്പിന് എന്തായിരുന്നു പണിയുന്ന? ഇല്ലാത്തൊരു ആഭ്യന്തര വകുപ്പിനെതിരെ നമ്മൾക്ക് വിരൽ ചൂണ്ടുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇങ്ങനെ മനുഷ്യൻ തൽക്കാലത്തേക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഉപാധികളിലേക്കും പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന കുറേ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. നമുക്കും പ്രശ്നം ഉണ്ടാകാറുണ്ട്. നമ്മുടെ അടുക്കൽ വന്നിട്ടും ആൾക്കാർ പ്രശ്നം പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രശ്നം മറ്റുള്ള ആളുകളോട് പറയാറുണ്ട്. നമ്മൾ പറയും ക്ഷമിക്കുക എന്ന് പറയും. ക്ഷമിക്കണം, സബുറ് ചെയ്യണം. അസബുറു നിസ്ഫുൽ ഈമാൻ. ക്ഷമയാണ് ഈമാനിൻ്റെ പകുതി, ക്ഷമ എല്ലാത്തിനും മരുന്നാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ക്ഷമിക്കണം എന്ന് കേവലം ഒരു നിയമം പഠിപ്പിച്ച് വിടുന്നതിനപ്പുറം മനുഷ്യൻ സ്പർശിക്കുന്ന, മനുഷ്യൻ്റെ മേഖലകളെ സ്പർശിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനെങ്ങനെ മറികടക്കണമെന്ന പ്രായോഗികമായ പാഠങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നത്തിന് ഏറ്റവും വലിയ പരിഹാരം തന്നെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എല്ലാ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഖുർആൻ ഷരീഫിൽ ഇതിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഖുർആൻ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഖുർആൻ്റെ ഒരു പെർസെപ്ഷൻ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സഫറിങ്സിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്? എങ്ങനെയാണ് അതിനെ മറികടക്കാനുള്ള വിദ്യകൾ ഖുർആൻ പഠിപ്പിക്കുന്നത്? പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ സൂപ്പർ ഹ്യൂമൺ എന്ന് പറയാൻ പറ്റുന്നത് അമ്പിയാക്കളാണ് അലൈഹിമുസ്സലാത്തു വസ്സലാം. പരിപൂർണരായ, ന്യൂനതകളില്ലാത്ത, നുഖ്സാനാത്തുകളില്ലാത്ത മനുഷ്യവർഗത്തിലെ ഉന്നതരാണ് അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം. ആ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് തർബിയത്ത് ചെയ്തത്? അവരെങ്ങനെയാണ് അല്ലാഹു ഈ ഒരു ക്രൈസിസിൽ കൂടി
ഈ ഒരു പ്രതിസന്ധിയിൽ കൂടി കടത്തിക്കൊണ്ടുപോയത് വിവിധങ്ങളായ എന്തൊക്കെ സ്ട്രാറ്റജികൾ അള്ളാഹു ഉപയോഗിച്ചു, നമ്മളിത് വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ സബർ എന്ന വാക്കിൻ്റെ ആ 3 അക്ഷരങ്ങൾക്കപ്പുറത്ത് ഒളിഞ്ഞു കിടക്കുന്ന വലിയ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സയ്യിദിന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ ഓരോന്നിൻ്റെ സംഭവങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്കതിൻ്റെ ഗുണപാഠങ്ങൾ മാത്രം പറഞ്ഞു പോകാം. വയസ്സ് 12-ൻ്റെയും 15-ൻ്റെയും ഇടയിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ലാളനയും കെയറിങ്ങും പ്രൊട്ടക്ഷനും തർബീയത്തും ഒക്കെ കിട്ടേണ്ട ഏറ്റവും നല്ല പ്രായം. ഈ പ്രായത്തിൽ സ്വന്തം സഹോദരങ്ങളുടെ അസൂയ ഉണ്ടാവുകയാണ്, കൊടിയ അസൂയ ഉണ്ടാവും. സിബ്ലിങ്സ് തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം തന്നെയാണ്. മൂത്ത ആൾക്ക് രണ്ടാമത്തെ ആളുടെ പ്രശ്നമാണ്, രണ്ടാമത്തെ ആൾക്ക് മൂന്നാമത്തെ ആളുടെ പ്രശ്നമാണ്. ഇത് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ ഇത് ഈ ഗൂഢാലോചന കൊലപാതകത്തിലേക്ക് വരെയുള്ള ആലോചന നടന്നു, കൊന്നുകളയണം. എന്നാൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശ്രദ്ധയും എല്ലാ കെയറിങ്ങും പരിഗണനയും ലാളനയും ഞങ്ങൾക്ക് കിട്ടും. ആ ആലോചന കൊണ്ടെത്തിക്കുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറ്റിലേക്ക് എറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് ആലോചിച്ചാൽ, ആ കിണറ്റിലിടുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, വാപ്പാക്ക് മകനെ നഷ്ടപ്പെടുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കണ്ണടയിൽ കൂടി നമ്മളിത് കണ്ടാൽ, ആ പെർസെപ്ഷനിൽ കണ്ടാൽ വാപ്പാക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാഗത്തിൽ നമ്മളിത് ആലോചിച്ചാൽ വാപ്പയെ നഷ്ടപ്പെടുന്നു, ഉമ്മ അതിനു മുമ്പേ നഷ്ടപ്പെട്ടു എന്ന് തഫ്സീറുകളിൽ കാണാം. ഉമ്മയെ നഷ്ടപ്പെടുന്നു, പിന്നെ സഹോദരങ്ങളെ നഷ്ടപ്പെടുന്നു, സ്വന്തം നാടും നഷ്ടപ്പെടുന്നു. തഫ്സീറിലൊക്കെ വരുന്നുണ്ട്. ഈ 10 സഹോദരന്മാരും കൂടി ചേർന്ന് പോകുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കെഞ്ചുന്നുണ്ട്, എന്നെ നിങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് കെഞ്ചുന്നുണ്ട്. പക്ഷേ അതൊന്നും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അടക്കം ചെയ്യപ്പെട്ട അസൂയയെ ഒരു നിലക്കും തടുത്തില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതും സഹോദരങ്ങളുടെ ഇതേ അസൂയായിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ നിലയിൽ കണക്കിലെറിയപ്പെടുന്നു. ഇവിടെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് തൻ്റെ ആഗ്രഹമോ ഉദ്ദേശമോ ഒന്നുമില്ലാതെയാണ്. ഇനി നമ്മളൊന്ന് മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, സയ്യിദിന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ടോക്സിക്കായ ഫാദർ. ആധുനിക കാലം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കുറച്ച് വാക്കുകളാണല്ലോ അതൊക്കെ. ടോക്സിസിറ്റി, ട്രോമ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. എന്താ വാപ്പ പറഞ്ഞത്? ഇല്ലം തൻതഹി, നീ പണി നിർത്തിയിട്ടില്ലെങ്കിൽ അർജുമന്നക്ക, നിന്നെ എറിഞ്ഞു കൊന്നാളെയും, അല്ലെങ്കിൽ നിന്നെ ആട്ടിയകറ്റും, വഹ്ജുർനി മലിയ, ഇവിടെ നിന്ന് പോണം എന്ന് പറഞ്ഞു. ആര്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണോ വാപ്പയിൽ നിന്ന് ആഗ്രഹിച്ചത്, യാക്കൂബ് നബി അത് കൊടുക്കാൻ തയ്യാറായിരുന്നു. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാപ്പ ആസർ കൊടുക്കാൻ അത് തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടുന്ന് പോകണം, അവിടെ സഹോദരന്മാരാണ് കിണറ്റിലേക്ക് ഇട്ടതെങ്കിൽ ഇവിടെ കൊല്ലുമെന്ന് ഭീഷണി ഉയർത്തുന്നത് ഇബ്രാഹിം നബിൻ്റെ വാപ്പയാണ്. ഇബ്രാഹിം നബി പറഞ്ഞു, സലാമുൻ അലൈക്ക്, ഞാൻ വാഗ്ദാനം നടത്താനില്ല. സഅസ്തഗ്ഫിറു ലക റബ്ബി, ഞാൻ എന്നിലേക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. എൻ്റെ ഐഡിയോളജിക്ക് എതിരാണ് വാപ്പ നിങ്ങളുടെ ഐഡിയോളജി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ തെറ്റിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും സഅസ്തഗ്ഫിറു ലക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ റബ്ബിനോട് ഞാൻ മാപ്പ് ചോദിക്കാം. ഇവിടെയും ഒഴിവാകുകയാണ്, നഷ്ടപ്പെടുകയാണ്. ഇനി ഇബ്രാഹിം നബിൻ്റെ ടൈമിൽ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് ശേഷം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിട്ടി. സാധാരണഗതിയിൽ നമ്മളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്കിതൊന്നും കിട്ടിയില്ല. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പറയും, ഇതൊന്നും എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല, അതൊന്നും എൻ്റെ കുഞ്ഞിന് എന്താവരുത് കിട്ടാതിരിക്കരുത് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. അതൊരു മാനുഷികമായ ഒരു വികാരമാണ്. എനിക്ക് നഷ്ടപ്പെട്ട കാര്യം എൻ്റെ കുട്ടിക്ക് കിട്ടാതെ പോകരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം തരുന്നത് ഒരു പിതൃസ്നേഹമാണ്, ഒരു വാപ്പാൻ്റെ കെയറിങ്ങിൽ ആളനെയാണ്. ഇസ്മായിൽ നബിയെ കിട്ടുമ്പോൾ ഇബ്രാഹിം നബി മനസ്സിൽ കണ്ടിട്ടുണ്ടാകുക എന്തായിരിക്കും? ആ ഇസ്മായിൽ നബിയെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കണം, ഒരു വാപ്പ എന്ന നിലക്ക് കംപ്ലീറ്റ് ഞാൻ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആദ്യത്തെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാപ്പയെ നഷ്ടപ്പെടുന്നത് ഇന്റൻഷനിയല്ലേ അല്ല, സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാപ്പയെ നഷ്ടമാകുന്നത് നിർബന്ധപൂർവമാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇസ്മായിൽ നബി ഉപേക്ഷിക്കണം. ഇസ്മായിൽ നബി ഉപേക്ഷിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആക്കെ നമ്മൾ പല പ്രസംഗങ്ങളിലും കാര്യങ്ങളിലും കേൾക്കുകയാണ്. ഇവർക്കൊക്കെ നഷ്ടമാകുകയാണ്. അപ്പോൾ അള്ളാഹു പഠിപ്പിക്കുന്ന എന്താണ്? നഷ്ടം എന്ന് പറയുന്നത്, നമ്മൾ ആ വാക്ക് ഒരുപക്ഷെ
നഷ്ടമെന്ന് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. എങ്കിലും നമുക്ക് ഭാഷയിൽ പിന്നെ വേറെ വാക്കില്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഉപയോഗിക്കാം. ഈ നഷ്ടങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത് മനസ്സിലാക്കാൻ തുടങ്ങുന്നിടത്താണ് നമ്മൾ ഹീലാവുന്നത്, നമ്മുടെ സഫറിങ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നത്. അള്ളാഹ് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? വലനബുലുവന്നക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. ബിഷൈഇം മിനൽ ഖൗഫ്, കുറേ കാര്യങ്ങൾ അള്ളാഹു എണ്ണി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് അള്ളാഹു പറഞ്ഞത് ബിഷൈഇം മിനൽ ഖൗഫ്, ഒരു അല്പം ഭയം. അങ്ങനെയാണ് അതിൽ എൻ്റെ അറബി ടെക്സ്റ്റിന് നമ്മൾ അർത്ഥം വെക്കേണ്ടത്. ബിഷൈഇം മിനൽ ഖൗഫ്, ഒരല്പം ഭയം. ബിൽ ഖൗഫ മറ്റായിരുന്നെങ്കിലില്ലേ നമ്മൾ പൊട്ടുപോയനെ. ഒരല്പം ഭയം. എന്തൊക്കെ ഭയം? ഭാവിയെക്കുറിച്ചുള്ള ഭയം, നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഭയം, ബിസിനസ്സിൻ്റെ തകർച്ചയെക്കുറിച്ചുള്ള ഭയം, കൂട്ടത്തിൽ പാർട്ട്ണറായിട്ടുള്ള ആളുകൾ പറ്റിക്കുമോ എന്നുള്ള ഭയം, കുടുംബത്തിനെ സംബന്ധിച്ച ഭയം, മക്കളെ സംബന്ധിച്ച ഭയം, രാജ്യത്തിനെ സംബന്ധിച്ച ഭയം, ശത്രുക്കളെ സംബന്ധിച്ച ഭയം, ലോകത്തിൻ്റെ സംവിധാനത്തിനെ സംബന്ധിച്ച ഭയം. ഇതുണ്ടാവും. ബിഷൈഇം മിനൽ ഖൗഫ്. വൽജൂ', പട്ടിണി, ദാരിദ്ര്യം. വനഖസിം മിനൽ അംവാൽ, സമ്പത്തിൽ നിന്നുള്ള കുറവും അതുകൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. വൽ അംഫുസി, ശരീരങ്ങൾ നഷ്ടപ്പെടും. ശരീരങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഒന്നിക്കിൽ നമുക്ക് രോഗം ഉണ്ടാകുക. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആ ദുആ പോലും എന്താണ് സത്യത്തിൽ? നമുക്ക് ആഫിയത്ത് തരട്ടെന്ന് പറയുമ്പോൾ നമ്മൾ രോഗികളാകാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ചോദിക്കേണ്ടത് ആഫിയത്തിനെ തന്നെയാണ്. സല്ലല്ലാഹുൽ ആഫിയ. ബുദ്ധിമുട്ട് നിങ്ങൾ ആഗ്രഹിക്കണ്ട, പക്ഷെ ഇത് ഉണ്ടാകും. നിങ്ങളെ ലൈഫ് ലോങ് ഈ സാധനം ഉണ്ടാവും. വനഖസിം മിനൽ അംവാലി വൽ അംഫുസി, ചിലപ്പോൾ നമുക്ക് രോഗങ്ങളായേക്കാം, ചിലപ്പോൾ നമ്മുടെ അവയവങ്ങൾ നഷ്ടപ്പെടലാകാം, നമ്മുടെ കൂടെയുള്ള ആളുകൾ നഷ്ടപ്പെടലാകാം. വസ്സമറാത്ത്, സാമ്പത്തിക തകർച്ചകളാകാം, ഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകലാകാം. ഇത് അള്ളാഹു ആദ്യം പഠിപ്പിക്കുകയാണ്. ഇതുണ്ടാകും. ഇത് നിങ്ങളുടെ യാത്ര, നിങ്ങളെ മനുഷ്യനായി ജനിച്ചതോടുകൂടി മരണം വരെ നിങ്ങൾ തുടർന്നു കൊണ്ടുപോകുമ്പോൾ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഇതില്ലാത്തൊരു ജീവിതം നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് ഉട്ടോപ്യനായി പോകും. നമ്മൾ ആഗ്രഹിച്ചാകാൻ നൈരാശ്യത്തിലേക്ക് നമ്മൾ പോയി പോകും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വാപ്പയെ നഷ്ടപ്പെട്ടു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല തറവാട്ടിൽ ഒരു നബിൻ്റെ കുട്ടിയല്ലേ, യാക്കൂബ് നബിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ പ്രവാചക പരമ്പരൻ്റെ കുട്ടിയിൽപ്പെട്ട ആളാണല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ അദ്ദേഹം പോകുന്നിടത്തേക്കാണ്, അടിമച്ചന്തയിലേക്കാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിൽക്കപ്പെടുന്നത്. അവിടെ നിന്നൊക്കെ വാങ്ങി കൊട്ടാരത്തിലേക്ക് എത്തുന്നു. നമ്മൾ പഠിക്കുമ്പോൾ കനാനിൽ നിന്നും മിസ്റിലേക്കുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യാത്രയാണല്ലോ ഈ യാത്ര. ഏകദേശം 300-ൻ്റെയും 400-ൻ്റെയും കിലോമീറ്ററുകൾക്കിടയിലുണ്ട് ഈ ദൂരം. നമ്മൾ വാഹനമൊക്കെ ഉപയോഗിച്ചാലാണെങ്കിൽ ഈ കണക്ക്. അതിനല്ല അന്നത്തെ പോലെ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ പോവുകയാണെങ്കിൽ 10-ൻ്റെയും 14 ദിവസത്തിൻ്റെയും ഇടയിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവിടെ താൽക്കാലികമായ ജീവിതം അവിടെ ലഭിക്കുന്നു. നമ്മളിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകൻ എവിടെയാണ് എന്ന് പോലും അറിയുന്നില്ല. എവിടെയാണുള്ളത്? എന്താണ് സംഭവിച്ചത്? മരിച്ചുപോയോ? ജീവനോടെ ഉണ്ടോ? അതിനല്ല ഏത് രാജ്യത്താണ് ഉള്ളത്, ഏത് ജില്ലയിലാണ്, ഒന്നും അറിയുന്നില്ല. സഹോദരന്മാർ പച്ച നുണയും പറഞ്ഞു. യാക്കൂബ് നബി പറഞ്ഞെന്താ? ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ, നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് ഭംഗിയാക്കി കാണിച്ചു തന്ന ചില കാര്യം നിങ്ങൾ എൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. ഫസബുറുൻ ജമീൽ, ഞാൻ ഭംഗിയുള്ള ക്ഷമിക്കുന്നു. ഖുർആനിൽ സബുറുൻ ജമീൽ എന്ന് യാക്കൂബ് നബിനെ പറ്റി പറയുമ്പോൾ യാക്കൂബ് നബി ക്ഷമിച്ചിട്ട് ആ സബുറുൻ ജമീലിന് യാക്കൂബ് നബിക്ക് കിട്ടിയത് എന്താണെന്ന് കൂടെ നമുക്ക് അവസാനം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊന്ന് ആലോചിച്ചാൽ യാക്കൂബ് നബിൻ്റെ ഭാഗത്ത് ഇതാണ് ടെൻഷൻ. എന്താണ് എൻ്റെ മകനിക്ക് സംഭവിച്ചത്? ഇനി എവിടെയാണ് എൻ്റെ മകനുള്ളത്? മറുഭാഗത്ത് നിങ്ങൾ അവിടെ നോക്കൂ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രശ്നം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാം നഷ്ടപ്പെട്ടു. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ കുട്ടികൾക്ക് അവരുടെ ആ ചെറിയ പ്രായത്തിൽ കിട്ടേണ്ടുന്ന സാധനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു വ്യക്തിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ നേച്ചറാണോ നർച്ചറാണോ, അവൻ അങ്ങനെ ആകുന്നതിന് കാരണം അവൻ്റെ ജീനാണോ, അവൻ്റെ പാരമ്പര്യമായി കിട്ടിയ ആ സാധനങ്ങളൊക്കെയാണോ, അതല്ല അവൻ്റെ ചുറ്റുപാടാണോ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുന്നത് എന്ന് ഭയങ്കരമായ ചർച്ചകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചുറ്റുപാടാണ്. മാതാപിതാക്കളില്ലാതിരിക്കുക, നല്ല സൗഹൃദ വലയങ്ങളില്ലാതിരിക്കുക, നല്ല ഗുരുനാഥന്മാരില്ലാതിരിക്കുക, ഇതൊക്കെ ഒരു മനുഷ്യനെ വഴികേടിലേക്ക് നയിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചവനായിട്ട് സംരക്ഷിക്കുകയാണ്. എന്തായിരിക്കാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ യാത്രയിലുടനീളം തളർത്താതിരുന്ന ഘടകം?
കിണറ്റിലിടുന്ന സന്ദർഭത്തിൽ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്, വഔഹൈനാ ഇലൈഹി ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അപ്പം അന്ന് നബിയായിരുന്നോ ഇല്ല എന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഇൽഹാമൻ അള്ളാഹു മനസ്സിലിട്ട് കൊടുത്തു, യൂസുഫ് അലൈഹി സ്വലാം ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒരു ദിവസം നിങ്ങളിത് തിരിച്ചു പറഞ്ഞു കൊടുക്കും. ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ. ഇന്ന് നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ, നിങ്ങളെ വസ്ത്രങ്ങൾ ഊരി മാറ്റപ്പെടുകയും, ആ ജുബ്ബയാണല്ലോ കീറിയിട്ട് പിന്നെ രക്തം കലർത്തിയത്, അത് മുതൽ എല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു ദിവസം വരാനുണ്ട്. ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ. നമ്മളൊന്ന് വായിച്ചാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ വഴിതെറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ടായിരുന്നു. നല്ല സൗന്ദര്യം, നല്ല ആരോഗ്യം, തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും സൗകര്യങ്ങളുമുണ്ട്. അവിടെയാണ് പ്രലോഭനമാകുന്ന പരീക്ഷണം വരുന്നത്. പ്രലോഭനത്തിന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിജീവിക്കുന്നത്. അത് ആരുടെ ഭാഗത്തു നിന്നുള്ള പ്രലോഭനം? ഏറ്റവും ഉയർന്ന തസ്തികയിലിരിക്കുന്ന ആളുടെ ഭാര്യയിൽ നിന്നുണ്ടാകുന്ന പ്രലോഭനം. നമ്മൾ തെറ്റുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് പല ന്യായീകരണങ്ങളാണ്. നമ്മൾ ന്യായീകരിക്കും, എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റെന്ന് മാറി നിൽക്കാൻ പറ്റാത്തതിൻ്റെ വിഷയം അതല്ല, എങ്കിലും അത് പറഞ്ഞു പോകും. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ തെറ്റെന്ന് മാറി നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്നറിയുമ്പോൾ, നമ്മളെ തെറ്റുകളുടെ, എൻ്റെ കുറവുകളുടെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങളൊരു മദ്യപാനിനോട് പോയിട്ട് ചോദിച്ചു നോക്കി, എന്താ നിങ്ങൾ മദ്യപിക്കുന്നത്? അയാൾ പറയും, ഞാനിങ്ങനൊന്നല്ല, ഞാൻ മദ്യപിക്കാനുള്ള കാരണം എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്, നാട്ടിലെ കമ്മിറ്റി പ്രസിഡൻ്റാണ്, മറ്റേ സ്റ്റേറ്റ് ഭരിക്കുന്ന ഗവൺമെൻറ്റാന്ന് വരെ ചിലപ്പം പറയും. സ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടുന്നത്, സ്റ്റേറ്റിന് സപ്ലൈ ചെയ്തായിരുന്നാൽ പോരെ. അപ്പോൾ ആരല്ല പ്രശ്നക്കാരൻ? ഞാനല്ല പ്രശ്നക്കാരൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾക്ക്, എൻ്റെ പാവങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് പുറത്തേക്ക് കടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, സഹോദരന്മാരില്ല, ബാഹ്യമായ ഗുരുനാഥന്മാരില്ല. ഈ ഇടത്തേക്കാണ് പ്രലോഭനമാകുന്ന അടുത്ത പ്രതിസന്ധി വരുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉറച്ചു നിൽക്കുകയാണ്, അവിടെ മറികടക്കുകയാണ്. വഹുല്യഖത്തിൽ അബ്വാബ്, സകല വാതിലുകളും പൂട്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അടച്ചുപൂട്ടാൻ പറ്റുന്ന ഏതൊക്കെ ക്യാമറ കണ്ണുകളെ, ഏതൊക്കെ നേത്രങ്ങൾ അടച്ചുപൂട്ടാൻ പറ്റുമോ, അത് ബാഹ്യമായ വാതിലുകളാകട്ടെ ആന്തരികമായ വാതിലുകളാകട്ടെ എല്ലാം അടച്ചുപൂട്ടപ്പെട്ടു. വഹുല്യഖത്തിൽ അബ്വാബ്. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ എന്താണ്? മഅദല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്, എനിക്ക് താമസ സൗകര്യവും എനിക്ക് എല്ലാ സൗകര്യങ്ങളും നൽകിയവൻ എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഹറാമിലേക്ക് പോകുന്നില്ല. മറിയം റളിയല്ലാഹു തആല അൻഹ സമാനമായൊരു സന്ദർഭത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. മറിയം റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ മറിയം റളിയല്ലാഹു അൻഹ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖാദിമത്താകാനുള്ള കാരണം മറിയം റളിയല്ലാഹു അൻഹ ആണോ? നിങ്ങളുടെ അഭിപ്രായം ആണോ? മറിയം റളിയല്ലാഹു അൻഹ സ്വയേഷ്ടപ്രകാരം തിരഞ്ഞെടുത്തതാണോ ഖിദ്മത്ത്? മറിയം റളിയല്ലാഹു തആല അൻഹക്ക് ഉമ്മയെ നഷ്ടപ്പെടുന്നു, ഹന്നത്ത് ബീവിയെ നഷ്ടപ്പെടുന്നു. എന്താ കാരണം? ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ സ്വയേഷ്ടപ്രകാരം തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ നേർച്ച വെച്ചു. ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി. ചില ഉപ്പമാരൊക്കെ നേർച്ച വെച്ചോളയും, എൻ്റെ മൂന്നാമത്തെ മോനെ ഞാൻ ഹാഫിളാക്കാൻ നേർച്ച വെച്ചിരിക്കും. അപ്പോൾ മോൻ ചോദിക്കുക, അല്ല ഉപ്പ എന്നോടും കൂടി ഒരു അഭിപ്രായം ചോദിക്കണ്ടേ, ചോദിക്കണമല്ലോ, ഹാഫിള ആകണ്ടേ ഞാനല്ലേ, ദർസിൽ പോയിട്ട് ഓതണ്ട ഞാനല്ലേ, അവിടെ ഉസ്താദിന് അടി കിട്ടണ്ട എനിക്കല്ലേ. ഹന്നത്ത് ബീവി എടുത്ത തീരുമാനത്തിന് ഹന്നത്ത് ബീവിയെ നഷ്ടമാകുന്നതും ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്ത് കൂര കെട്ടി ഒറ്റക്ക് താമസിക്കേണ്ടി വന്നതും മറിയം റളിയല്ലാഹു അൻഹയാണ്. ആ സ്പേസിലേക്കും ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരാൾ കടന്നു വരുന്നുണ്ട്. ആര്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തെറ്റുകൾക്ക് എന്നിട്ട് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ മക്കളെന്താ പറയുക? ഞാൻ അന്നേരെ പറഞ്ഞില്ലേ പപ്പാനോട് എന്നെ കൊണ്ടാക്കണ്ട, ഞാൻ അന്നേരെ പറഞ്ഞില്ല എന്നെ ആ സ്ഥാപനത്തിൽ ചേർക്കണ്ടെന്ന്, ആ കോഴ്സിന് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ചേർക്കണ്ടെന്ന് ഞാൻ അന്നേരെ പറഞ്ഞിട്ടില്ലേ? കൈ കഴുകും മനുഷ്യൻ. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സ്ഥലത്താണെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഒരു സാധാരണ മനുഷ്യനായിരുന്നുവെങ്കിൽ, ഈമാൻ കുറവുള്ളൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഹറാമുകൾ സംഭവിച്ചു പോയനെ. അതാണ് അള്ളാഹു പറഞ്ഞതും, ലൗലാ അർറഅ ബുർഹാന റബ്ബി, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തെളിവ് കണ്ടില്ലായിരുന്നെങ്കിൽ ഹറാമ് സംഭവിച്ചു പോയനെ. മറിയം റളിയല്ലാഹു അൻഹക്ക് പറയാലോ, നിങ്ങൾ നേർച്ച വെച്ചോണ്ടല്ലേ, നിങ്ങൾ എന്നെ ആ പള്ളിക്ക് വേണ്ടി ഉപേക്ഷിച്ചത് കൊണ്ടല്ലേ എനിക്കിത് സംഭവിച്ചത്.
ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാത്രമല്ല ഇബ്രാഹിം നബി ഉപേക്ഷിച്ചത്, ഹാജർ ഹബീബിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അവിടെ എത്ര ഗോത്രങ്ങൾ കടന്നുപോയി, എത്ര ആൾക്കാർ കുടിൽ കെട്ടി അവിടെ താമസിച്ചു. അങ്ങനെയാണല്ലോ അവിടെ ഒരു പുതിയ സമൂഹവും ഒരു കൾച്ചറും രൂപാന്തരപ്പെടുന്നത്. വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ, നിങ്ങൾ കാരണമാണല്ലോ എനിക്കിത് സംഭവിച്ചത്. പക്ഷെ അവിടെയെല്ലാം ബോധ്യമുണ്ടായിരുന്നു, മഅദല്ലാഹ്, പടച്ചോന്റെ ഒരു വിഷയമുണ്ടല്ലോ, അള്ളാഹു ഉണ്ട്, ഒരാളെന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർക്കൊക്കെ അപ്പുറം, ഈ വ്യക്തികൾക്കും ഈ സംവിധാനങ്ങൾക്കൊക്കെ അപ്പുറത്ത് എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാമുൽ ഗുയൂബായ ഒരു ദാത്തുണ്ട് എന്നുള്ള ബോധമാണ് അവരെ തടഞ്ഞെടുത്തിയത്. ആ പ്രതിസന്ധികൾ അവർക്ക് തടഞ്ഞെടുത്താനുള്ള കാരണം കോവർക്കിംഗ് സ്പേസുകളിലാണ്, ജോലിയിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകൾ നടക്കുന്നത് എന്ന് പഠനങ്ങൾ പറയുന്നു. ഏറ്റവും കൂടുതൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകൾ നടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? സമയം കൂടുതൽ ചെലവഴിക്കുന്ന അവരുമായിട്ടാണ്. ഭർത്താവിൽ നിന്ന് കിട്ടാത്തത് താൽക്കാലികമായ ആളുകളിൽ നിന്ന് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് കിട്ടാത്തത് മറ്റുള്ളവരിൽ നിന്ന് തൽക്കാലത്തെ കിട്ടുമ്പോൾ മനസ്സ് ചാഞ്ചല്യപ്പെട്ടു പോകുന്നു. എന്നിട്ട് നമ്മൾ ന്യായീകരണം പറയുന്നു. എന്താണ് കാര്യം? എൻ്റെ ഉത്തരവാദിത്തമല്ല, എൻ്റെ കാരണത്തിലാലല്ല ഈ ഹറാമുകൾ സംഭവിക്കുന്നത്. ഭാര്യ പറയും ഭർത്താവാണെന്ന് പറയും, ഭർത്താവ് പറയും ഭാര്യയാണെന്ന് പറയും. ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. ഇവിടെ നമ്മൾ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയാണ് പാഠമാക്കേണ്ടത്. ഭർത്താവാണ് നമ്മളെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇവിടെ നമ്മൾ പാഠമാക്കേണ്ടത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഓരോ ഘട്ടങ്ങളിലും, ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ സ്ട്രാറ്റജി, നമ്മുടെ തർത്തീബ്, നമ്മളെ നിളാം വ്യത്യസ്തമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രലോഭനത്തിലേക്ക് വഴി നടത്തുന്നു സുലൈഖ. യൂസുഫ് നബി അതിന് തയ്യാറാകുന്നില്ല. പിന്നെ അടുത്തത് പ്രകോപനമായിരുന്നു. സ്ത്രീകളെ വിളിച്ചല്ലോ, സ്ത്രീകളെ വിളിക്കുന്നു, ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുക്കുന്നു, ആപ്പിൾ കൊടുക്കുന്നു, കത്തി കൊടുക്കുന്നു. വഖത്തഅന ഐദിയഹും, ചരിത്രമൊക്കെ നമുക്കറിയാം. പിന്നെ പ്രകോപനമായിരുന്നു. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അവിടെ ആ ആയത്ത് നമ്മളിങ്ങനെ കാണാം. ഖാലത്ത് ഫദാലികുന്നല്ലദീലും തുന്നന ഫീഹി എന്ന് പറഞ്ഞിട്ട് പറയുന്ന എന്താണ്? യൂസുഫ് നബി പറയും, പിന്നെ എനിക്ക് ഈ കാര്യത്തിന് നിങ്ങളെ വഴിപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ യൂസുഫ് നബി അവിടെ പറയുന്നൊരു വാചകമുണ്ട്, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈ. പടച്ചവനെ, എനിക്ക് ജയിലാണ് ഏറ്റവും ഇഷ്ടം. സുലൈഖ രണ്ട് ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ എൻ്റെ ആഗ്രഹങ്ങൾക്കും എൻ്റെ താല്പര്യങ്ങൾക്കും നീ വഴിപ്പെടുക. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെ സ്ഥാപന മേധാവി നമ്മൾ ഹറാമിനെ പ്രേരിപ്പിക്കുന്നു, നിഷിദ്ധമായ ഇടപാടുകളൊക്കെ നമ്മളെ കരുവാക്കുന്നു, നമ്മളെ സാക്ഷികളാക്കുന്നു. അല്ലെങ്കിൽ നിന്നെ പുറത്താക്കും, നിന്നെ ടെർമിനേറ്റ് ചെയ്യും. പിന്നെ എനിക്കൊരു കമ്പനിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, എൻ്റെ ഒപ്പില്ലാതെ, എൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിനക്ക് വേറൊരു കമ്പനിയിൽ പോയി സമാധാനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി പറ്റൂല. പ്രകോപനം. ഒന്നിക്കിൽ എനിക്ക് വഴിപ്പെടാം, അല്ലെങ്കിൽ സിജിൻ. അവിടെ യൂസുഫിന് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പടച്ചോനെ, ജയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മിമ്മാ യദ്ഊനനി ഇലൈ, ഇവരെല്ലാവരും ക്ഷണിക്കുന്ന കാര്യത്തിനേക്കാൾ. അപ്പോൾ അത് വായിക്കുമ്പോൾ ആദ്യം നമുക്കുണ്ടായ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ സുലൈഖയല്ലേ സത്യത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചത്? അപ്പോൾ ഇവരെല്ലാം ക്ഷണിക്കുന്ന കാര്യത്തിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ജയില എന്നെങ്ങനെ പറയാം? അത് ഭാഷാപരമായിട്ട് ശരി, ലിംഗ്വിസ്റ്റിക്കലി അത് ശരിയാവില്ലല്ലോ. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, സുലൈഖയുടെ വാചകത്തിന്, സുലൈഖയുടെ ആഗ്രഹത്തിന് ഈ സ്ത്രീകളും കൂടി കൂട്ടുനിന്നു എന്നാ. ഈ സ്ത്രീകളും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രേരിപ്പിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അനങ്ങിയില്ല. യൂസുഫ് നബി പറഞ്ഞു, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈ. ഇവിടെ യാക്കൂബ് നബിയെ നഷ്ടപ്പെടുന്നത് സ്വയേഷ്ടപ്രകാരമേ അല്ല. ആ കൊട്ടാരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലിക സുഖ സൗകര്യങ്ങൾ സ്വയേഷ്ടപ്രകാരം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപേക്ഷിക്കുകയാണ്. എനിക്ക് ജയിൽ മതി. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് നമുക്ക് ഇറങ്ങേണ്ടി വരും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഇരിപ്പിടമാണെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഇറങ്ങേണ്ടി വരും. ആ ഇറക്കം ചിലപ്പോൾ ജയിലായിരിക്കും. ജയിലെന്ന് പറയുമ്പോൾ നമ്മൾ ലിറ്ററലി നമ്മളെ തടവറ എന്നുള്ള അർത്ഥത്തിലായിരിക്കില്ല. നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുന്ന, നമ്മുടെ എല്ലാ സൗകര്യങ്ങളെയും നശിപ്പിക്കപ്പെടുന്ന ഇടത്തേക്കായിരിക്കും നമ്മൾ പോകേണ്ടി വരുന്നത്. പക്ഷേ ആ ഇറക്കമാണ് നമ്മളെ രാജപദവിയിലേക്ക് നമ്മൾ എത്തിക്കുക. യൂസുഫ് നബി ജയിലാണ് സ്വീകരിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, വേണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഇബ്രാഹിം നബി ദുആ നല്ല ദുആ സ്വീകരിക്കൂലേ? ഇതെനിക്ക് തോന്നേ സ്വീകരിക്കൂലേ? നമ്രൂദിനെ
വാദപ്രതിവാദത്തിൽ തോൽപ്പിച്ചത് ആരാ? ഫബുഹിതല്ലദീ കഫർ. നമ്രൂദ് പറഞ്ഞു ഞാനാണ് റബ്ബ്. എന്താ കാര്യം? ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയാ? നമ്രൂദ് സദസ്സിൽ നിന്ന് 2 ആളെ വിളിച്ചു. ഒരാളെ കൊന്നു, ഒരാളുടെ പറഞ്ഞു വെറുതെ പൊയ്ക്കോ വെറുതെ വിട്ടു. ഭയങ്കരമായ യുക്തിയാണ്. പിന്നെ രാജഭക്തിയുടെ അന്നേ ഉണ്ടാവില്ല. രാജാവ് എന്ത് പറഞ്ഞാലും അതിന് കൈയൊട്ടാൻ കുറേ ആളുകളുണ്ടാവും. അപ്പോൾ ഭയങ്കരമായ തെളിവ് തന്നെ എന്തിന്? നമ്രൂദ് റബ്ബാണെന്നുള്ളതിന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്നാൽ എൻ്റെ റബ്ബ് ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ്, എൻ്റെ റബ്ബ് കിഴക്കുന്നാണ് സൂര്യനെ കൊണ്ടുവരുന്നത്. എന്നാൽ പിന്നെ നിങ്ങളൊന്നത് പടിഞ്ഞാർന്ന് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമിയെ ഒന്ന് തിരിച്ച് കറക്കുക എന്ന് അതിൻ്റെ അർത്ഥം. മശ്രിഖിൽ നിന്ന് വരേണ്ട സൂര്യൻ മഗ്രിബിൽ നിന്ന് വരണമെങ്കിൽ ഭൂമി ഒന്ന് തിരിച്ചു കറങ്ങണം. ഫബുഹിതല്ലദീ കഫർ. വേണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിനെ തറപറ്റിച്ച് ഇബ്രാഹിം നബിക്ക് വാപ്പാനെ തറപറ്റിക്കാൻ കഴിയൂല. എന്താ നിങ്ങളുടെ അഭിപ്രായം? കഴിയൂലേ? പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പോവുകയാണ് ഉണ്ടായത്. വഹ്ജുർനി മലിയ. അപ്പൊ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളവിടുന്ന് യാത്ര ചെയ്ത് പോകേണ്ടി വരും, നമ്മളവിടുന്ന് മാറേണ്ടി വരും. അവിടെ തന്നെ നിന്നുകൊണ്ട് എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. അതേ പറഞ്ഞ ഓരോ സന്ദർഭങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും സബറിന്റെ സ്ട്രാറ്റജി വ്യത്യസ്തമാണ്. ക്ഷമിക്കുക എന്ന ഒറ്റ വാക്യ മലയാളത്തിൽ അതിന് അർത്ഥം പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷെ അതിന്റെ ആശയം ആകാശഭൂമിന്റെ അന്തരമുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. നമ്മൾ ഹെൽപ്ലെസ് ആവും, ഒന്നും ചെയ്യാൻ പറ്റൂല. ഏതുപോലെ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ ഉള്ളിൽ പെട്ടു. അസ്ബാബ് കംപ്ലീറ്റ് ക്ലോസ് ആയി. എന്താ ചെയ്യാ? ഒരു മനുഷ്യൻ ഒരു മത്സ്യത്തിന്റെ ഉള്ളിൽ എത്ര മിനിറ്റ് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളൊന്ന് ആലോചിക്കും. നമ്മളെ ലഭ്യമായ വിവരങ്ങളൊക്കെ നിങ്ങൾ നോക്കി എത്ര മിനിറ്റ് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും? ഒന്നും പറ്റൂല. ഒരു ശബ്ദമിട്ട് വിളിച്ചാൽ ആരും കേൾക്കൂല, അന്ധകാരമാണ്. ഈ സന്ദർഭത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന സമയത്ത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബർ പാസീവ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. എന്താണോ പടച്ചോൻ അവിടെ നടത്താൻ വേണ്ടി പോകുന്ന പടച്ചോൻ്റെ ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് മാത്രം നമ്മളെ കൊണ്ട് കഴിയും. ഫനാദാ ഫിൽ ളുലുമാത്ത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞു, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പടച്ചോനെ, എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മനുഷ്യനാണ്, നീ പരിശുദ്ധനാണ്, എനിക്ക് മാപ്പ് നൽകണേ അല്ലാ. ഇവിടെ മനുഷ്യൻ്റെ ഒരു ഇടപെടലും ഇല്ല. അങ്ങനെയും ചില സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മൾ അസ്ബാബുകളെ സമീപിക്കുക, എന്നിട്ടും വഴി തുറക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, ഇവിടുത്തെ സ്ട്രാറ്റജി യൂനുസ് നബിക്കുള്ള സ്ട്രാറ്റജിയാണ് വരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദർഭത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൊലപാതകം നടക്കുന്നു. ഖത്തഇന്റെ പേരിലുള്ള കൊലപാതകം, അബദ്ധത്തിലുള്ള ഒരു കൊലപാതകം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകെ ബേജാറായി. മൂസാ നബി വളർന്നത് എവിടെ വളർന്നത് അല്ലേ? നമ്മൾ ഇന്ന് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന നമ്മളെ മക്കളെ വിഷയത്തിൽ ഭയങ്കര എല്ലാവർക്കും ബേജാറും ആകുലതയും വ്യാധിയുമാണ്. എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിക്കും. ഫറോവന്റെ കൊട്ടാരത്തിനെ പറ്റി നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? എന്തായിരിക്കും ആ ഫറോവന്റെ കൊട്ടാരത്തിൽ നടക്കുന്ന നീചകൃത്യങ്ങളും? ഷിർക്കിനേക്കാൾ വലിയ നീചകൃത്യം ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നും ഇല്ലല്ലോ. എന്നിട്ട് മൂസാ നബിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തദ്ബീറുകൾക്കപ്പുറത്താണ് അള്ളാഹുവിൻ്റെ തദ്ബീർ. മൂസാ നബിൻ്റെ ഉമ്മാക്കും മൂസാ നബിനെ നഷ്ടമാകുന്നുണ്ട്. ഇവനെല്ലാം കൂടി പറഞ്ഞ സമയം പോകണ്ട, അങ്ങോട്ടേക്ക് പോകുന്നില്ല. മൂസാ നബിൻ്റെ ഉമ്മാക്കും ആരെ നഷ്ടപ്പെടുന്നുണ്ട്? മൂസാ നബിയെ നഷ്ടപ്പെടുന്നുണ്ട്. ആരെ അടുക്കിലേക്ക് കൊടുത്തു വിടുന്നത്? ചില സന്ദർഭങ്ങളിൽ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ കരങ്ങളാൽ വളർത്തപ്പെടണമെന്നും നമ്മുടെ മേൽനോട്ടത്തിൽ അതിൻ്റെ വളർച്ച ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഏൽപ്പിക്കുക ഫറോവന്റെ കൊട്ടാരത്തിലായിരിക്കും. ത്വലാഖൊക്കെ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ടല്ലോ. ഈ ത്വലാഖ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധം എന്ന് പറയുന്നത് കുട്ടികളെ വെച്ചിട്ടാണ്. പല രക്ഷിതാക്കളും വന്നിട്ട് അവരുടെ രഹസ്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അപ്പന്മാർക്ക് അറിയാറുണ്ട്. മകളെ കാണിക്കുന്നില്ല, മകനെ കാണിക്കുന്നില്ല.
അവിടെ ആ രീതിയിൽ ഭയങ്കരമായ പ്രയാസത്തിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ മൂസാ നബിന് ഉമ്മ എന്താ ആഗ്രഹിച്ചിട്ടുണ്ടാകുക? മൂസാ നബി എൻ്റെ അടുത്ത് വളരണം. ഇസ്മായിൽ നബിനെ പറ്റി ഇബ്രാഹിം നബി എന്താണ് ആഗ്രഹിച്ചിട്ടുണ്ടാകുക? ഇസ്മായിൽ നബിൻ്റെ കേസ് വേറെതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ കൊട്ടാരത്തിലാണ് വളർത്തിയത്. പക്ഷെ ആ ഫറോവന്റെ കൊട്ടാരത്തിൽ വളർത്തുമ്പോൾ പോലും മൂസാ നബി പഴച്ചു പോകാതിരുന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അപജയം സംഭവിക്കാതിരുന്നത്, ഇവിടെ എനർജി കൊടുക്കാൻ ദുആ ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ കരങ്ങളിൽ ഇല്ലാത്തതിന്റെ പേരിൽ നശിച്ചു പോകുമെന്ന ആ ഒരു ടെൻഷൻ നമുക്ക് വേണ്ടതില്ല. പിന്നെ ഇതിന്റെ മറ്റൊരു ഭാഗം എന്താണെന്ന് പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാത്തിനും നമ്മളതാക്കാനുള്ള പരിശ്രമത്തിലാണ്. എൻ്റെ കച്ചവട സ്ഥാപനം എൻ്റേത് തന്നെയല്ലേ? നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ തന്നെയല്ലേ? നിങ്ങളുടെ വീട്, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ, ഇതെല്ലാം നിങ്ങളതാണ്. ഖുർആൻ ഇങ്ങനെ നിങ്ങൾ വായിക്കുമ്പോൾ പല സ്ഥലത്തും ആവർത്തിച്ച് വരുന്നൊരു വാചകമാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും എന്താ ഇത്ര വട്ടം ഇങ്ങനെ പറയുന്നത്? അല ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വലഹു മാ ഫിസ് സമാവാതി വൽ അർളി. അല്ലാഹ് എന്താ പറയുന്നറിയോ? നമ്മളെ ഭാഷയിൽ അർത്ഥം വെക്കാം, ഇതൊന്നും നിങ്ങളതല്ല. കുറച്ച് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണമാണ്, പെട്ടെന്ന് ദഹിക്കൂല. നിങ്ങളതല്ല, നിങ്ങളുടെ ശരീരം നിങ്ങളതല്ല, നിങ്ങളുടെ മക്കൾ നിങ്ങളതല്ല, നിങ്ങളുടെ ഭാര്യ നിങ്ങളതല്ല, നിങ്ങളുടെ വീട് നിങ്ങളതല്ല, നിങ്ങൾ നേടിയെടുത്ത സമ്പത്ത് നിങ്ങളതല്ല. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിൻ്റെതാണെങ്കിൽ അള്ളാഹു ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് അതിനെ നീക്കും. അള്ളാഹു ഇഷ്ടമുള്ള സമയത്ത് അതിൽ കുറവ് വരുത്തും. അള്ളാഹു ഇഷ്ടമുള്ള രൂപത്തിൽ അതിന് മാറ്റം വരുത്തും. എല്ലാം എൻ്റെതാക്കാനുള്ള പരിശ്രമം ചെയ്യുമ്പോഴാണ് നമ്മുടെ സഫറിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പഠിപ്പിക്കുന്ന ആശയം ഏതാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താൻ പഠിപ്പിക്കുന്ന ഐഡിയോളജിയിൽ, ആ തൗഹീദിൽ സമൂഹത്തിന് ക്ഷണിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ആളാകണമെന്ന് ആഗ്രഹിക്കുന്ന സ്വന്തം മകനാണ്. എന്നിട്ടോ അവസാനത്തെ സമയം വരെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ വരുന്നില്ല. നൂഹ് നബി വിളിക്കുകയാണ്, യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. ഇപ്പെങ്കിലും കയറ്, ഒരു കലിമ പറഞ്ഞെങ്കിൽ കയറിക്കോ, ടിക്കറ്റ് ഞാൻ തരാം. എന്താ പറഞ്ഞത്? സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. ചില മക്കൾ അങ്ങനെയാണ്. നമ്മൾ തർബിയത്ത് കൊടുക്കണം, നമ്മൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം. ചില സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരീക്ഷണം നമ്മളിലേക്ക് ഇട്ടുതരും. നൂഹ് നബിന്റെ മകൻ പറഞ്ഞെന്താ? സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. വാപ്പ അവിടെ മകനോട് ധിക്കാരം പറഞ്ഞതുപോലെ ഇവിടെ മകൻ വാപ്പനോട് എന്ത് പറയുന്നു? നിങ്ങളെ കപ്പലിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്, മലന്റെ മുകളിൽ ഇപ്പം ഡെലിവറി ചെയ്യും. ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. പക്ഷെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ മോനല്ലേ. നൂഹ് നബി പറയുന്നുണ്ട് ഇന്ന ബിനി മിൻ അഹ്ലി. അതായത് കുറച്ച് മുമ്പ് കപ്പലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹ് നൂഹ് നബിയോട് പറഞ്ഞു, നൂഹ് നീ ബേജാറാകണ്ട, കപ്പൽ ഉണ്ടാക്കിക്കോ, ഈ നിന്നെ രക്ഷപ്പെടുത്തും അഹ്ലക എന്ന പ്രയോഗമാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. അഹ്ലക, അഹ്ലിന്റെ നേരർത്ഥം ഫാമിലി എന്നർത്ഥം. അപ്പൊ നൂഹ് നബി ധരിച്ചു ആര് രക്ഷപ്പെടും? മോന് രക്ഷപ്പെടും. കപ്പലിൽ മകൻ കയറിയില്ല, മകൻ മുങ്ങിത്താഴുന്നത് ആര് കാണുന്നുണ്ട്? വാപ്പ കാണുന്നുണ്ട്. അപ്പൊ നൂഹ് നബി നേരത്തെ ഞാൻ പറഞ്ഞ ഒരു തോട്ടുണ്ടല്ലോ, എന്റേത്, എന്റെ കുഞ്ഞെൻ്റെത്. നൂഹ് നബി വെച്ച് പടച്ചവനെ, യാ റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മോൻ എന്റെ അഹ്ലിൽ പെട്ടതല്ലേ, വ ഇന്ന വഅദകൽ ഹഖ്, നീ പറഞ്ഞത് സത്യമായി പുലരേണ്ടതില്ല, നീയല്ലേ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞത്. പടച്ചവനെ, എന്റെ മകൻ എനിക്ക് നഷ്ടമായല്ലോ എന്നാണ് ആ ചോദ്യത്തിന്റെ ധ്വനി. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ചില സത്യങ്ങൾ അങ്ങനെയാണ്. കടുവീസ് വെച്ചെന്ന് പറയും, ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. നൂഹ് നബി പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു, യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ജന്മം കൊണ്ട് നിന്റെ മകനാണ്, പക്ഷെ ആദർശം കൊണ്ട് നിന്റെ മകനല്ല, അവിടെ വരച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. ഇനി ആ ചോദ്യം ആവർത്തിക്കരുതെന്നും പറഞ്ഞു. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം. ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് നൂഹ് നബി എന്ന പിതാവിൻ്റെ ആ യാത്രയിൽ കൂടിയായിരിക്കും. പക്ഷെ നൂഹ് നബി അവസാനം വരെ എല്ലാം ചെയ്തു. എന്നിട്ടാണ് ഈ പരാമർശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് യാത്ര പോയി, കൊട്ടാരത്തിൽ നിന്നും യാത്ര ചെയ്തു. നേരെ എവിടത്തേക്ക് എത്തിയത്?
ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കിലേക്ക് എത്തുന്നു. അവിടെ മകൾ വിവാഹം ചെയ്യുന്നു. 10 വർഷത്തോളം അവിടെ മഹർ എന്ന അടിസ്ഥാനത്തിൽ അവിടെ അജീറായി വർക്ക് ചെയ്യുന്നു. എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് നുബുവത്ത് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഇടങ്ങളിലും നമ്മൾ പൊരുതി നിൽക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ മൂസാ നബിൻ്റെയും ഫിർഔൻ്റെയും കടലിൽ മുങ്ങുന്ന കഥ നമ്മൾ കേൾക്കുമായിരുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പോകുന്ന ആളുകളെ വിളിച്ചിട്ട് നടത്തുന്ന ഒരു അഭിസംബോധനയുണ്ട്. അള്ളാഹു ചോദിക്കും, എന്താ നിങ്ങൾ അനുസരിക്കാതിരുന്നത്? അപ്പോൾ അവർ പറയും, പടച്ചവനെ കുന്നാ മുസ്തദഅഫീന ഫിൽ അർദ്, നമുക്ക് നിന്നെ അനുസരിക്കാനുള്ള ഇടമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി സ്ഥലം അതിനനുകൂലമായിരുന്നില്ല പടച്ചവനെ, എൻ്റെ മാതാപിതാക്കൾ അനുകൂലമായിരുന്നില്ല പടച്ചവനെ, എനിക്ക് ഹലാല് നേടാനുള്ള വഴികൾ ഉണ്ടായിരുന്നില്ല പടച്ചവനെ, എൻ്റെ സാഹചര്യം അങ്ങനെയാണ്, എൻ്റെ ചുറ്റുപാട് മൊത്തം ഹറാമിൻ്റെതാണ്, അതുകൊണ്ട് ഞാൻ ഹറാമ് ചെയ്തു പടച്ചവനെ. അപ്പോൾ അല്ലാഹു തആല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതിൻ്റെ ഒക്കെ ബേസാണ്. അല്ലാഹു ചോദിക്കുന്ന ചോദ്യം എന്താ? അലം തകുൻ അർദുല്ലാഹി വാസിഅ, നീ ജനിച്ച നാടും വിട്ട് നീ മറ്റൊരിടത്തേക്ക് പോകാതെ അവിടെ തന്നെ ഒതുങ്ങി നിൽക്കാൻ മാത്രം നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? എൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നമ്മൾ നിൽക്കുന്നിടത്ത് അള്ളാഹിനെ നമുക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കമ്പനി എല്ലാ നിഷിദ്ധമായ ഇടപാടുകളും നടത്തുന്നു. നമ്മളതിനിങ്ങനെ നോക്കുകുത്തിയാകേണ്ടി വരുന്നു. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഗതി എന്താ ചെയ്യുക? അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് കാക്കട്ടെ എന്ന് നമ്മളിങ്ങനെ കരയുക അല്ല. അലം തകുൻ അർദുല്ലാഹി വാസിഅ, അവിടെ നിന്ന് ഇറങ്ങണം. ചിലപ്പോൾ ജയിലായിരിക്കും, ചിലപ്പം ഷുഐബ് നബി ആയിരിക്കും, ചിലപ്പം ജയിലായിരിക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാ പോകുന്നത്. അല്ലെങ്കിലോ ഷുഐബ് നബി ആയിരിക്കും എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർന്ന വ്യക്തി എന്ന ഐഡന്റിറ്റിയിൽ നിന്നും മാറിയിട്ട് നബിയുല്ലാഹി കലീമുല്ലാഹി എന്ന ഐഡന്റിറ്റിയിലേക്ക് മാറുന്നത് ഈ യാത്രയിലാണ്. ചില പ്രതിസന്ധികൾ മറികടക്കണമെങ്കിൽ ആ സാഹചര്യങ്ങൾ നമ്മൾ പുറത്തു കടന്നേ പറ്റൂ. നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ചില സ്ഥലത്ത് നമ്മൾ പറയും കേവ് സ്ട്രാറ്റജി എന്ന് പറയും. നേരത്തെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പറഞ്ഞ പോലെ ഇവിടെ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല, നമ്മൾ നമ്മുടെ ഈമാനും നമ്മുടെ അമലും രക്ഷപ്പെടുത്താനുള്ള ഇടത്തേക്ക് നീങ്ങുക എന്നുള്ളതാണ്. അസ്ഹാബുൽ കഹ്ഫാണ് അതിന് മാതൃക. അവിടെ കൊടികുത്തിയ ശിർക്ക് വാഴുന്നു, അതിൻ്റെ പേരിൽ എല്ലാ ദുരാചാരങ്ങളും നടക്കുന്നു. ഒരു കൂട്ടം ആളുകൾ മാത്രം തീരുമാനിക്കുന്നു ഞങ്ങളിതിന് തയ്യാറല്ല. അവരെന്താ ചെയ്തത്? പോകാമെന്ന് പറഞ്ഞു. അവർ പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രതിസന്ധിയിൽ അവർക്ക് അല്ലാഹു കൊടുത്തത് ഉറക്കി. ചിലയിടത്ത് ഉറങ്ങേണ്ടി വരും. എത്ര കൊല്ലം ഉറക്കിയത്? ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9 300 സൗരവർഷവും 309 ചാന്ദ്രവർഷവും ഒരു ഗുഹൻ്റെ അകത്ത് പ്രതികരണമില്ലാതെ, കാഴ്ചകൾ കാണാതെ, വാർത്തകൾ അറിയാതെ ഗുഹക്കകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുറങ്ങിക്കിടക്കുമ്പോഴും അവരുടെ പുറത്ത് ഈ ലോകത്ത് എല്ലാ മാറ്റങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ചില സ്ഥലത്ത് നമ്മളാകേണ്ടി വരും. നബി തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും. ഒരു കാലം വരുന്ന സമയത്ത് ആ ഫിത്ന ഇങ്ങനെ നടമാടുമ്പോൾ അവിടെ ഇരിക്കുന്നവൻ നിൽക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ്, കിടക്കുന്നവൻ ഇരിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദീർഘമായൊരു ഹദീസ് കാണാം. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ അടച്ചിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ സ്ട്രാറ്റജി. നമ്മൾക്കവിടെ നീയത്ത് ഉണ്ടാകണം, ദുആക്കൾ ഉണ്ടാകണം. ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്യും. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലേക്ക് പോയിട്ട് നിഷ്ക്രിയനായി എല്ലാം അല്ലാഹു ചെയ്യട്ടെ എന്ന അർത്ഥത്തിലല്ല ഇരുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൈക്രോ മൂവ്മെന്റ്സ് ആണ് നടത്തിയത്. മൈക്രോ മൂവ്മെന്റ്സ്. പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക? നമ്മൾ ആ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് നമ്മളല്ലാതാകുന്നൊരവസ്ഥയിലേക്ക് പോകും. നമ്മൾ ക്രൈസിസിൽ പോയ ആളുകൾക്കൊക്കെ അതറിയാം. നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി പാർട്ട്ണറുടെ കയ്യിൽ കൊടുത്ത് അല്ലെങ്കിൽ പേയ്മെൻറ്റിന് കൊടുത്ത് ഒരാൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദേ ഒരു ഷിപ്മെൻറ്റിൻ്റെ ഒരു പേയ്മെൻറ്റ് കൊടുത്തു 1.5 കോടി രൂപ. ആർക്ക്? ഞാൻ ചോദിച്ചാൽ ആരാ? സുഹൃത്താണോ? സുഹൃത്തൊന്നല്ല ഉസ്താദേ, സ്വന്തം മരുമകനാണ്. നമ്മുടെ നാട്ടിൽ മരുമകൻ എന്ന് പറഞ്ഞാൽ പെങ്ങളെ കുട്ടിക്കാണ് മരുമകൻ എന്ന് പറയാം. നേരെ പെങ്ങളെ കുട്ടിയല്ല, പെങ്ങളെ കുട്ടിൻ്റെ കുട്ടി. അവിശ്വസിക്കോ? ചൈനയിലാണ് ആ ഷിപ്പിനോട്. ഇയാൾക്ക് അന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത കോവിഡിൻ്റെ കാലമായതുകൊണ്ട് വിശ്വസിച്ച് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. പിന്നെ അയാൾ അഡ്രസ്സില്ല, ഇന്നും അയാൾ അഡ്രസ്സില്ല.
അപ്പൊ നമ്മൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ നീക്കുപോക്കുകൾ നടത്തണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ നിഷ്ക്രിയരായി പോകാറുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാഠം നമ്മൾ നോക്ക്. യൂസുഫ് നബി എന്തെല്ലാം സങ്കടങ്ങൾ പേറുന്നുണ്ടാവും, എന്തെല്ലാം ആലോചിക്കുന്നുണ്ടാവും. ഈ സന്ദർഭത്തിലാണ് ജയിൽവാസം വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ചാൽ എങ്ങനെയായിരിക്കും യൂസുഫ് നബി ജയിലിലുണ്ടായിട്ടുണ്ടാകുക? ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ കരഞ്ഞിങ്ങനെ മുട്ടും കെട്ടി ഇരുന്ന് കരഞ്ഞ് ദുആ ചെയ്ത്, പഠിച്ചവനെ എൻ്റെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ അല്ലാഹ്, അല്ലേ, ഞാൻ എന്തായാലും ചെയ്യേണ്ടതല്ല ആയിരുന്നില്ല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ സജീവമായി നിൽക്കുകയാണ്. കോണ്ടെക്സ്റ്റൽ അഡാപ്റ്റേഷൻ എന്ന് പറയും. നിങ്ങൾ പ്രതിസന്ധിയിൽ ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത്, ആ സാഹചര്യത്തിനോട് ലയിച്ചുകൊണ്ട് അത് നിങ്ങളുടെ മോചനത്തിനുള്ള മാർഗമാക്കുക. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തടവറയെ യൂസുഫ് നബിക്കുള്ള പുറത്ത് കടക്കാനുള്ള മാർഗമാക്കി മാറ്റി. ചില ഘട്ടങ്ങളിൽ നമ്മുടെ ജോലിയില്ലായ്മ വലിയൊരു പ്രശ്നമാണ്, തൊഴിലില്ലായ്മ. അപ്പം എന്താ പറയുന്നത്, നമ്മൾ ഇത്ര പഠിച്ചിട്ടുണ്ട് ഉസ്താദേ, നമ്മൾ പഠിച്ച കോഴ്സിൻ്റെ അനുസരിച്ചുള്ള സാധനമല്ല അതിന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു 70K എങ്കിലും കിട്ടണം. ഞാൻ ഇത്ര ലക്ഷം കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത് ഞാൻ പഠിച്ചത്. അപ്പം എനിക്കൊരു 70K എങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ കച്ചവടം നഷ്ടമാണ്. യൂസുഫ് നബിയാണിതെങ്കിൽ എന്താ പറയേണ്ടത്, ഞാനൊരു പ്രവാചകന്റെ മകനാണ്, ഞാനൊരു പ്രവാചകന്റെ മകനാകും ഇങ്ങനെ അടിമയായി ജയിലൊന്നും താമസിക്കേണ്ടവരില്ല എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ യൂസുഫ് നബി അവിടെ തന്നെ കിടക്കുമായിരുന്നു. പക്ഷെ യൂസുഫ് നബി ചിന്തിച്ചു. അതാണ് കോണ്ടെക്സ്റ്റൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ നിങ്ങൾക്ക് പറ്റുക? അപ്പൊ അതിന്ന് തുടങ്ങി നിങ്ങൾ, പിന്നെ അള്ളാഹു താല എത്തിക്കേണ്ടടുത്തേക്ക് എത്തിക്കും. നമ്മൾ എത്തിക്കുമാറാകട്ടെ. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് സ്വപ്നം പറയുന്നത്, രണ്ടാൾക്കാർ വന്നിട്ട്. നമ്മളെന്തിക്കുക, ഇതൊന്നും നമ്മളെ ഭാഗമല്ലേ, നമ്മളെന്തിനാ സ്വപ്നം വയ്ക്കാൻ പറഞ്ഞെടുക്കേണ്ടത്, ഞാനെന്തിനാ ഇവരെ സഹായിക്കണം? അപ്പൊ അവർ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. കുറെ തടവ് പുള്ളികൾ ഉണ്ടായിട്ടും എന്താ യൂസുഫ് നിങ്ങളോട് വന്ന് പറഞ്ഞത് അലൈഹിസ്സലാം, നിങ്ങളൊരു മുഹ്സിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നുവെന്ന. ഇവർക്ക് രണ്ടാൾക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി മുമ്പ് അറിയാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൻ്റെ അകത്ത് വെച്ചിട്ട് നടത്തിയ പരോപകാര പ്രവർത്തനങ്ങൾ തന്നെയാണ് അവരെ ആ സ്വപ്നം പറയാൻ പ്രേരിപ്പിച്ചത്. എന്നിട്ട് യൂസുഫ് നബി എടുത്തൊരു ടാക്ടിക് ഉണ്ട്. എന്താ, യൂസുഫ് നബി എന്ന് പറഞ്ഞൊരു പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ഒന്നാമത്തെ ദൗത്യം ദഅവത്താണ്. യൂസുഫ് നബി സ്വപ്നത്തിന്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ സ്വപ്നത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അവരടുപ്പിച്ചു. എന്നിട്ട് ആദ്യം ദഅവത്ത് ചെയ്തു, എന്നിട്ട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞെടുത്തു. എന്നിട്ട് യൂസുഫ് നബി അവസാനം പോകാൻ വേണ്ടി പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഒരാൾ രക്ഷപ്പെടുന്ന യൂസുഫ് നബിക്ക് തോന്നിയല്ലോ, നിങ്ങളുടെ രാജാവിൻ്റെ അടുക്കൽ പോകുമ്പോൾ എൻ്റെ വിഷയം ഒന്ന് പറയണം. യൂസുഫ് നബി പണിയെടുക്കുന്നുണ്ട്, അതിന് നമ്മളും പരിശ്രമങ്ങൾ നടത്തണം. പക്ഷെ അള്ളാഹുവിൻ്റെ തദ്ബീർ വേറൊന്നായിരുന്നു, അതവിടെ നടന്നില്ല, മറന്നുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക്, രാജാവിനെ. അങ്ങനെ നമ്മളെ മോചനം വരാൻ വേണ്ടി നമ്മൾക്കല്ല മറ്റുള്ളവരിൽ കൂടി നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കും. വേറെ ആളുകൾ അള്ളാഹു അവർക്ക് നമ്മളെ പ്രശ്നം പരിഹരിക്കാൻ. നിങ്ങൾ ആലോചിക്കും, അഥവാ യൂസുഫ് നബി യാക്കൂബ് നബിൻ്റെ കൂടെ നല്ല കുടുംബം, ഹാപ്പി ഫാമിലി ആയിട്ട് കനാനിൽ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ കണക്കനുസരിച്ചിട്ട് ഈ മിസ്റിലെ അധിപനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരണം. എന്ത് സാധ്യതയുള്ളത്? എന്തായാലും 400 കിലോമീറ്ററിനുള്ളിൽ ഒരു എലക്ഷൻ വന്നിട്ട് മുഖ്യമന്ത്രി ആകാനുള്ള പരിപാടിയൊന്നും അല്ലല്ലോ അന്നത്തെ സിസ്റ്റം ഉള്ളത്, രാജഭരണമാണ്. എങ്ങനെ ഈ 400 കിലോമീറ്റർ താണ്ടിയിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മത്സരത്തിൽ പങ്കെടുക്കും? എന്ത് വകുപ്പാ ഉള്ളത്? ഒരു വകുപ്പില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചില ഏർപ്പാടുകൾ നടക്കണം. അതിന് യൂസുഫ് നബി ജയിലിൽ കിടക്കണം. ആ ജയിലിൽ കിടന്നത് കൊണ്ടായിരിക്കുമല്ലോ ഒരു പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ രാജ്യത്തിന്റെ പൾസ് മനസ്സിലായത്. സ്വപ്നം കാണിച്ചു, പ്രശ്നം എന്താന്ന് പറഞ്ഞു. അടുത്ത രാജ്യത്തിലെ ആ സഭക്കാർക്ക് അത് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇയാൾക്ക് ഓർമ്മ വന്നു, ഒരാളുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ, യൂസുഫ് നബിൻ്റെ അടുക്കിലേക്ക് വന്നു. ഇവിടെ യൂസുഫ് നബിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമായിരുന്നു. എന്തിന്? തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ. യൂസുഫ് നബി തെളിയിച്ചു. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ യൂസുഫ് നബി അങ്ങോട്ടാണ് പിന്നെ കണ്ടീഷൻ വെക്കുന്നത്. എന്താ വെച്ചത്? നിങ്ങൾ എന്നെ ഇവിടുത്തെ ഖജാൻജിയാക്കണം, ട്രഷറാക്കണം. ഇജ്അൽനി അലാ ഖസാഇനില്ല. എവിടെ ഉണ്ടായിരുന്നു യൂസുഫ് നബി? നമ്മളാണെങ്കിൽ എന്താ പറയുക, ഇവിടെ അടിമയായി വന്നിട്ട് ഇവിടുത്തെ തടവറയിൽ കിടന്നിട്ട് ഈ രാജ്യത്തിൻ്റെ ധനകാര്യ വകുപ്പാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ആ തടവറയിൽ കടന്നിട്ട് ആ രാജ്യത്തിൻ്റെ പൾസ് മനസ്സിലാക്കുകയും ഈ രാജ്യത്ത് എന്താണ് മിസ്സായിക്കൊണ്ടിരിക്കുന്നത്, ഏതിടത്തേക്കാണ് ഞാൻ ഇരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനായിരിക്കൂലേ ഒരുപക്ഷെ അല്ലാഹു തആല യൂസുഫ് നബിയെ തടവറയിൽ കടത്തിയത്. അങ്ങനെ പല തടവറിൻ്റെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഉണ്ടാവുക.
ബേജാറാകണ്ട, അള്ളാഹു നമ്മളെ കൊണ്ട് വേറൊരു കസാലയ്ക്ക് നമ്മൾ ഇരുത്തിക്കാനുള്ള പരിപാടിയാണ്. നമ്മളെങ്ങനെ ഇരുത്തിക്കട്ടെ. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ പറയപ്പെട്ട അധികാരമൊക്കെ കിട്ടുന്നു. ഇനി ഈ കഥൻ്റെ മറുവശം നമ്മൾ ചിന്തിക്ക്. സയ്യിദുന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വാപ്പ എന്ന നിലക്ക് മകൻ്റെ നഷ്ടം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 ആളുകളെ ഖുർആൻ വ്യക്തമായി മക്കളെ നഷ്ടപ്പെട്ട 3 ആളെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മൂസാ നബിൻ്റെ ഉമ്മ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിയെ നഷ്ടപ്പെടുന്നത് സ്വയേഷ്ടപ്രകാരം, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം കൊണ്ടുവിടുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മാക്കും മകനെ നഷ്ടപ്പെടുന്നത്, മൂസാ നബിയെ നഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. യാക്കൂബ് നബിൻ്റെത് സ്വയേഷ്ടപ്രകാരമായിരുന്നില്ല. മൂസാ നബി പെട്ടെന്ന് തന്നെ അള്ളാഹു തിരിച്ചു കൊടുത്തു. കാരണം മലവടി പ്രായത്തിനുള്ളിൽ തന്നെ മൂസാ നബിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ യാക്കൂബ് നബിക്ക് അങ്ങനെ ആയിരുന്നില്ല. ഇതിലേറ്റവും കൂടുതൽ തകർച്ച അനുഭവിച്ചത്, തകർച്ച എന്ന വാക്ക് അമ്പിയാക്കളിലേക്ക് നമുക്ക് ചേർത്ത് പറയാൻ പറ്റൂല, എങ്കിലും നമുക്ക് വിഷയം മനസ്സിലാക്കാൻ നമുക്ക് പറയാം. സബുറുൻ ജമീൽ എന്ന് മൂസാ നബിൻ്റെ ഉമ്മ പറഞ്ഞിട്ടില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പറഞ്ഞത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ്. ആ യാക്കൂബ് നബി അത്രയും ശ്രമിച്ചിട്ട് പോലും കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഒരു ഘട്ടെത്തിയപ്പോൾ ബിന്യാമീനെ നഷ്ടപ്പെട്ടല്ലോ. ബിന്യാമീനെ നഷ്ടപ്പെട്ട രംഗത്തിലാണ് യൂസുഫ് നബിൻ്റെ ഉപ്പ യാക്കൂബ് നബി പറയുന്നത് എന്താണെന്നറിയോ? യാ അസഫ അല യൂസുഫ്, യൂസുഫിൻ്റെ മേലുള്ള എൻ്റെ ദുഃഖമേ. എപ്പോ ബിന്യാമീനെ നഷ്ടപ്പെട്ടപ്പോൾ. ബിന്യാമീനെ നഷ്ടപ്പെടുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അധികാരത്തിലേറിയതിന് ശേഷമാണ്. എങ്ങനെ പോയാലും ഒരു 40 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോഴും യാക്കൂബ് നബി വരുന്നത് യാ അസഫ അല യൂസുഫ്, യൂസുഫിന്റെ മേലുള്ള എൻ്റെ ദുഃഖമേ. മക്കൾ പറഞ്ഞെന്തറിയോ? നമ്മൾ സാധാരണ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾ സാധാരണ ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ദുരന്തങ്ങളൊക്കെ സംഭവിച്ച ആളുകൾ അവരിപ്പോഴും അതെന്നെ നമ്മൾ പറയും, എന്താ പറയാ, വീടുവായി ഇത്ര ആയത് ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇതുപോലെ യാക്കൂബ് നബിന്റെ മക്കൾ പറഞ്ഞു, ഖാലൂ തല്ലാഹി ഇന്നക ലഫീ ളാൽ, നിങ്ങൾ പഴയ വണ്ടി തന്നെ ഇപ്പോൾ ഉള്ളേ. 40 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് യൂസുഫ് നബിക്ക് 12 വയസ്സ് നമ്മൾ കൂട്ടിയാൽ ഇപ്പൊ 52 വയസ്സായിട്ടുണ്ടെങ്കിൽ യാക്കൂബ് നബിന്റെ വയസ്സ് എത്ര ആയിട്ടുണ്ടാവും? വെറുതെ കണക്കുട്ടിയൊക്കെ. അന്നൊരു 40 വയസ്സാണെങ്കിൽ ഇപ്പൊ എത്ര ആയിട്ടുണ്ടാവും? 80 കടന്നിട്ടുണ്ടാകും. വാർദ്ധക്യത്തിന്റെ മൂർധന്യാവസ്ഥയിലുണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ധരിച്ചു പോകേണ്ട വേറെന്തെങ്കിലും കാരണം കൊണ്ടാണെന്ന് അള്ളാഹ് തന്നെ പറയാം, മിനൽ ഹുസ്നി. സബറുൻ ജമീൽ എന്നല്ല പറഞ്ഞിട്ടും ആ സബറുൻ ജമീലിന്റെ കടുപ്പത്തിലും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാഴ്ച പോയി. ചില ദുഃഖങ്ങൾ നമ്മുടെ കാഴ്ചകൾ നഷ്ടപ്പെടുത്തും. യാക്കൂബ് നബിക്ക് നഷ്ടപ്പെട്ടത് ബാഹ്യമായ കാഴ്ചശക്തിയാണ്. ചില ദുഃഖങ്ങൾ നമ്മുടെ ആന്തരികമായ കാഴ്ചശക്തി വരെ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുമരുന്ന് കൊടുക്കുകയാണ്. അവിടെ യാക്കൂബ് നിങ്ങൾ നോക്കൂ, പൂർണ്ണമായി നിഷ്ക്രിയനാകുന്നില്ല. വീണ്ടും പറയും, നിങ്ങൾ അന്വേഷിക്ക്, അവിടത്തേക്ക് പോയി നോക്ക്, എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിർ റൂഹില്ലാ. നിരാശനാകില്ല എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവസാനം അള്ളാഹു തിരിച്ചു കൊടുത്തു. ആരെ? 40 വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എൻ്റെ കുപ്പായ ഇതാ, മുഖത്തേക്ക് ഇടണമെന്ന് പറഞ്ഞു. കുപ്പായ ആദ്യം കൊടുത്തയച്ചത്. യൂസുഫ് നബിനെ കാണുന്നതിന് മുമ്പ് തന്നെ കുപ്പായം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ മകനെ നഷ്ടപ്പെട്ട വാപ്പാൻ്റെ അത് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു ഈച്ച വാര്യർ എന്ന് പറയുന്ന ഒരാളുണ്ട്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തി മാൻ മിസ്സിംഗ് ആകുന്നു. കേരള പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വരുന്നു. കസ്റ്റഡിയിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെടുന്നു. ആ മകൻ്റെ ഡെഡ് ബോഡി പോലും, മയ്യത്ത് പോലും വാപ്പാക്ക് കാണാൻ പറ്റിയിട്ടില്ല. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരനെ വരെ ഇയാൾ പോയി സന്ദർശിക്കുന്നുണ്ട്. അയാൾ ഇത് എഴുതുന്നുണ്ട് അതിൽ. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ സ്ഥലം ഓർമ്മ വരുന്നില്ല. നിങ്ങൾ കാര്യങ്ങൾ ഓർമ്മ വന്നു? മുക്കം ആ ഭാഗത്തുള്ള എന്തായിക്കോട്ടെ, ഓർമ്മ വന്നോ? ക്യാമ്പ് ഏതാ? പേര് ഓർമ്മ? കക്കയം. ഈ കക്കയം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇച്ചവാര്യർ പറയുന്നുണ്ട്, എനിക്കൊരു വിവരം ലഭിച്ചു, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഉള്ളിൽ എൻ്റെ മകനുണ്ട് എന്ന്. രാജൻ ഉണ്ട് എന്ന വിവരം ലഭിച്ചിട്ട് ഞാൻ പോകുന്നുണ്ട്. അന്ന് രാജന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റു 2 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഫറൂഖ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു അവർ.
ഇവർ വരുമ്പത്തേക്ക് രാജൻ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സുഹൃത്തുക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടില്ല. ആ സുഹൃത്തുക്കൾ പിൽക്കാലത്ത് പറയുന്നുണ്ട്, ഈ ഈച്ച വാര്യർ വരുന്നതും അയാൾ അവിടുത്തെ സെക്യൂരിറ്റിനോട് തന്റെ മകനെ കുറിച്ച് ചോദിക്കുന്നതും അടുത്ത് വരെ എത്തിയിട്ട് പോലീസുകാർ ഇവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ, ഇവിടെ ആരും കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് വരെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടുന്ന് തിരിച്ചു പോകുന്ന രംഗം ആ ചെറുപ്പക്കാർ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഹെബിയസ് കോർപ്പസ് വരെ കോടതിയിൽ സമർപ്പിച്ചു. തന്റെ മകനെ കാണും, ബോഡിയെങ്കിലും കാണണം എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ ഈച്ചവാര്യർ പോയി മകനെ പോലും കണ്ടിട്ടില്ല. അതെവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. യാക്കോബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുപ്പായം കൊടുക്കാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഈ സംഘം വരുവാൻ ഒരു മോന് ഉപ്പാന്റെ കൂട്ടത്തിലുണ്ട്. ബാക്കി എല്ലാവരും മിസ്റിൽ റേഷൻ വാങ്ങാൻ പോയിട്ട് എത്ര കിലോമീറ്റർ താണ്ടിട്ടാണ് റേഷന് പോയത് നിങ്ങൾ നോക്കണേ. 400 അല്ലെങ്കിൽ 350 കിലോമീറ്റർ താണ്ടിട്ടാണ് റേഷന് പോകുന്നത്. കുപ്പായം കൊടുത്തയച്ചു. ഈ കുപ്പായം പോയിട്ട് ഉപ്പാന്റെ മുഖത്തിടണം എന്ന് യൂസുഫ് നബി പറയുന്നുണ്ട്. ആ യാത്രാ സംഘം പുറപ്പെട്ടപ്പോൾ ഇങ്ങനെ 300 കിലോമീറ്റർ ഇപ്പുറത്തുള്ള യാക്കോബ് നബി പറയാണ്, എൻ്റെ മോൻ്റെ കുപ്പായം അടക്ക മകൻ്റെ സ്മെല്ല് വരുന്നു. നിന്നീല അജിദുരി യൂസുഫ്, നിങ്ങൾ എനിക്ക് പെരാന്തായിട്ടില്ല എന്ന് പറ്റില്ലെങ്കിൽ നിങ്ങൾക്കും അത് മണക്കാൻ പറ്റും, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റും. ലൗല അൻതുഫന്നിദുൻ. അപ്പോഴും അവർ പറഞ്ഞു, ഇന്നക ലഫീ ദലാലിക, നിങ്ങൾ പഴയ ബസ്സിൽ തന്നെ ഇപ്പോൾ ഉള്ളേ. തിരിച്ചു കിട്ടി. നമ്മൾ ചെറുപ്പം മുതലേ കഥകൾ കേൾക്കുന്നുണ്ട്. എല്ലാ കഥകളും ഈ പറഞ്ഞ പോലെ അതിൻ്റെ എൻഡിങ് എപ്പോഴും ഭയങ്കര നല്ലതായിരിക്കും അല്ലേ. ഒരു പാവപ്പെട്ടവനുണ്ടായിരുന്നു, അവൻ കഷ്ടപ്പെട്ട് പഠിച്ചു, അങ്ങനെ ഇങ്ങനെ അവസാനം അവൻ നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചു. ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്ത് പിന്നെ ദുർനടപ്പുകാരനായ അക്രമിയായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരു നീതിമാൻ വരുന്നു, ഈ അക്രമിയെ പുറത്താക്കുന്നു. അങ്ങനെ ആ രാജ്യം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിച്ചു. ഇവിടെ നമ്മൾ ഇസ്ലാമിൻ്റെ കാഴ്ച ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടതുണ്ട്. എല്ലാ പ്രതിസന്ധികളുടെയും അവസാനം ഹാപ്പി എൻഡിങ് ആകണം എന്ന് വാശി പിടിച്ചാൽ പ്രശ്നമാകും. അങ്ങനെയല്ല അള്ളാൻ്റെ തീരുമാനം. ഹാപ്പി എൻഡിങ് അല്ല, പേർപ്പസ്ഫുൾ എൻഡിങ് അല്ലെങ്കിൽ മീനിങ് ഫുൾ എൻഡിങ്. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കേസിലൊക്കെ അതൊരു ഹാപ്പി എൻഡിങ് ആയിരുന്നു. എല്ലാവരും തിരിച്ചു വന്നു, അവിടെ താമസിക്കുന്നു, യൂസുഫ് നബി ദുആ ചെയ്യുന്നു, അങ്ങനെ മരിക്കുന്നു. പക്ഷേ ഫിർഔനിൻ്റെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ മുഅ്മിനത്താണ് എന്ന് ഫിർഔൻ പിടിക്കുന്നു, തിരിച്ചറിയുന്നു. ആസിയ ബീവിനോട് പറയുന്നു, എന്ത് ചെയ്യണം? ഇസ്ലാമിൽ നിന്ന് മടങ്ങണം, എൻ്റെ മതത്തെ സ്വീകരിക്കണം, എന്നെ റബ്ബായി സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. എന്താ ചെയ്തത് ആസിയ ബീവിയെ? ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു തആല അൻഹയെ കൊന്നുകളഞ്ഞു. ഹാപ്പി എൻഡിങ് ആണോ? ഹാപ്പി എൻഡിങ് ആണോ? അല്ല. ഇവിടുത്തെ അവസാനം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലല്ല. അള്ളാഹു പരീക്ഷണങ്ങളിൽ കൂടി കടത്തിപ്പോയി നമ്മുടെ ഈ ക്രൈസിസിൽ കൂടി പോകുമ്പോൾ ദുനിയാവ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇവിടുത്തെ നോക്കിയിട്ട് അത് തീർന്നില്ല നമുക്ക് പറയാനായിട്ടില്ല. അത് കഴിയണം. അസ്ഹാബുൽ ഉഖ്ദൂദ്, കടങ്ങിൻ്റെ ആളുകൾ, സൂറത്തുൽ ബുറൂജ് നമ്മൾ ഓതാറുണ്ട്. എന്താ അവർ ചെയ്തത്? രാജാവ് കുഴി വെട്ടിയിട്ട് അവരെല്ലാവരെയും അതിൻ്റെ ഉള്ളിലിട്ട് കത്തിച്ചു കൊന്നു കളഞ്ഞു. ഫിർഔന്റെ സാഹചര്യങ്ങൾ വന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചപ്പോൾ ലഉഖത്തിഅന്ന ഐദിയകും മിൻ ഖിലാഫിൻ, കയ്യും കാലും നേരെ ക്രോസാക്കി വിട്ടി കൊന്നു കളഞ്ഞു. ഹാപ്പി എൻഡിങ് ആണോ? പക്ഷെ മീനിങ് ഫുൾ എൻഡിങ് ആണ് അവിടെ. പേർപ്പസ്ഫുൾ എൻഡിങ് ആണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയത്. അപ്പോൾ നമ്മുടെ ഈ പ്രതിസന്ധിൻ്റെ നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടൊന്ന് സമാധാനമായിട്ട് എല്ലാം റെഡിയായിട്ട്, അങ്ങനെ എല്ലാം റെഡിയാകും എന്ന് നമ്മൾ വിശ്വസിക്കണ്ട. കാരണം അല്ലാഹു തആല ഓരോ മനുഷ്യനെയും പരീക്ഷിക്കുന്നത് ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയിലായിരിക്കും. ചിലപ്പോൾ അയ്യൂബ് നബി ആയിരിക്കും. അയ്യൂബ് നബി ആകുമ്പോൾ ശാരീരിക പ്രശ്നങ്ങളുണ്ടാകുക, അവിടെ നല്ലൊരു എൻഡിങ് ഉണ്ട്, അയ്യൂബിനെ അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഹ്യാ നബി അലൈഹി സ്വലാം, എന്താ സംഭവിച്ചത്? കൊന്നു കളഞ്ഞല്ലോ. തഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖിൻ. എങ്ങനെ കൊന്നത്? സക്കരിയ നബിനെ കൊന്നത് ഇങ്ങനെ നേരെ പിടിച്ചെടുത്തിട്ട് തലന്റെ മേലെ ഒരു ഈർച്ച വാള വെച്ചിട്ട് നേരെ പകുതിയായി, ഒരു കഷ്ണം വലത്തോട്ടും ഒരു കഷ്ണം ഇടത്തോട്ടും. അപ്പൊ ചില പ്രതിസന്ധികളിലെ വിജയവും പരാജയവും മനസ്സിലാക്കപ്പെടുന്നത് ആഖിറത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രമാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത്, ആഖിറം എന്ന കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ ചിത്രം മാറും. ആഖിറം എന്ന കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാക്കട്ടെ. സക്കരിയ നബിനെ പറ്റി നമ്മൾ എന്താ പറയാ? സക്സസ്ഫുൾ ആണോ? ഫിർഔന്റെ ഭാര്യയെ പറ്റി നമ്മൾ എന്താ പറയാ? സക്സസ്ഫുൾ ആണോ? സ്വന്തം മകനെ പോലും
ദീനിലേക്ക് എടുക്കാൻ കഴിയാത്ത നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി നമുക്ക് എന്ത് പറയേണ്ടി വരും? ഇവിടെയാണ് ആഖിറത്തിന്റെ പ്രസക്തി. അങ്ങനെ ഒരു ലോകം ഉണ്ടാകുമ്പോഴാണ് ഈ ചിത്രത്തിന് പൂർണ്ണത ഉണ്ടാകുന്നത്. ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തസിസ് എന്ന് പറയും. എന്താ ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ എനിക്ക് ലഭിക്കുന്ന നന്മകളൊക്കെ ഞാൻ ചെയ്തതിൻ്റെ ബാക്കി പത്രമാണ്. ഞാൻ നന്മ ചെയ്തുകൊണ്ട് എനിക്ക് നന്മ ലഭിക്കുന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതൊക്കെ ഞാൻ ചെയ്തതിൻ്റെ അനന്തരഫലമാണ്. നമ്മൾ കർമ്മ എന്നൊക്കെ പറ്റി ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞു നടക്കാറുണ്ട്. മുസ്ലിമീങ്ങളത് ഏറ്റു പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നതൊക്കെ നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളാണ് വരുന്നെങ്കിൽ അത് നമ്മുടെ അമലിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അത് എല്ലാ അർത്ഥത്തിലും നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ യൂസുഫ് നബി ചെയ്ത തെറ്റെന്താ? തെറ്റാ ചെയ്തത്? ഇബ്രാഹിം നബി ചെയ്ത തെറ്റെന്താ? അപ്പൊ ദുനിയാവിലെ അള്ളാഹുവിന്റെ തർത്തീബ് എന്ന് പറഞ്ഞാൽ ഖൈറുമുണ്ട് ഷർറുമുണ്ട്. നമ്മൾ ഈമാകാരി ഇങ്ങനെ എണ്ണി പറയുമ്പോൾ അവസാനം വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. അപ്പൊ ഇതെല്ലാം എന്റേതാക്കാനുള്ള പുറപ്പാടിലേക്ക് പോകുമ്പോഴാണ് നമുക്കിത് ഭയങ്കര പ്രയാസമാകുന്നത് അല്ലേ? നമ്മൾ ഈ സബറിന്റെ ആയത്ത് പറഞ്ഞ തൊട്ടുടനെ അള്ളാഹു പറഞ്ഞത് എന്താ? മുഅ്മിനീങ്ങൾ പ്രശ്നം വരുമ്പോൾ എന്ത് പറയുന്ന പറഞ്ഞത്? الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അള്ളാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താ? എൻ്റെതൊന്നുമില്ല അള്ളാഹുവേ, എൻ്റെതായാലും എനിക്ക് സങ്കടപ്പെടണ്ടു അല്ലേ? കോഴിക്കോട് മാസങ്ങൾക്കപ്പുറത്ത് പുതിയ സ്റ്റാൻഡേർഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ കത്തി. വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കരമായ വിഷമം ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ ആളുകൾക്ക് എല്ലാത്ത വിഷമം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട്? അത് എൻ്റെതല്ല. നമ്മളെ ഷോപ്പിൽ സ്റ്റോക്ക് വാങ്ങിയ സാധനം പോലും തീർന്നിട്ടില്ലെങ്കിലോ നമ്മൾ 3 ദിവസത്തെ ഉറക്കില്ല. കാരണം അതെന്തുകൊണ്ട്? അതെൻ്റെത്. അതുകൊണ്ടാണ് അത്രയും പ്രയാസം. അള്ളാഹ് പറയുന്നത് ഇന്നാലില്ല, നമ്മളെല്ലാം അള്ളാൻ്റെ ആണ്, നമ്മളൊന്നുമില്ല. ലഹുമാഫിസ്സമാവാതി വല്ലർ, ഈ ഭൂമിയും ആകാശമൊക്കെ പഠിച്ചോണ്ടല്ലേ? പഠിച്ചോൻ ഉദ്ദേശിച്ച് അത് കത്താനാണ് അള്ളാഹുവിൻ്റെ തീരുമാനം, അത് നഷ്ടപ്പെടാനാണ് തീരുമാനം. ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാനും അള്ളാഹിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടതല്ലേ? അപ്പോഴാണ് സഫറിങ്ങിനൊരു ഭംഗി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റേ സ്റ്റോയിക് പിന്നെ പെർസ്പെക്റ്റീവും നിഹിലിസും അബ്സേർഡ്സും ഒക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വട്ടായിപ്പോ. ശരിക്കും പറഞ്ഞാൽ വട്ടായിപ്പോ. ഇതൊന്നുമില്ല, അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നത്, ഇതൊക്കെ സംഭവിക്കുന്നത് ഇതിനൊരു പൂർത്തീകരണം വേണ്ടേ? അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവങ്ങൾക്ക് വൈവിധ്യങ്ങളായ രീതിയിലാണ് ഖുർആൻ ഇതിനൊക്കെ സമർത്ഥിച്ചത്. ഓരോ നബിമാരതും ഓരോ ആൾക്കും കൊടുത്തത് വ്യത്യസ്തമാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വരുന്നത് അയ്യൂബ് നബിൻ്റെ മേലുള്ള തീമായിരിക്കും അള്ളാഹു നമ്മുടെ മേലിൽ അള്ളാഹു തരുന്നത്. നമ്മൾ അസ്ബാബുകളെ തേടുക, അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ബാക്കി അള്ളാഹുലേക്ക് നമ്മൾ ഏൽപ്പിക്കുക. ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇട്ടിരിക്കുന്നത് അസ്ഹാബുൽ കഹ്ഫിന്റെ ലോകത്തേക്കായിരിക്കും നമ്മൾ ഇട്ടിട്ടുണ്ടാകുക. അവിടെ നമ്മൾ ഗുഹകൾ തേടിപ്പോകണം, കേവ് സ്ട്രാറ്റജികൾ നമ്മൾ സ്വീകരിക്കണം. ആ ഗുഹാമുഖത്ത് നമ്മുടെ ഈമാൻ ഭദ്രമാക്കപ്പെടണം, നമ്മുടെ അമാലുകൾ ഭദ്രമാക്കപ്പെടണം. ചിലപ്പോൾ നമ്മൾ നിഷ്ക്രിയരാക്കപ്പെടും. അവിടെ ഒരക്ഷരം നമുക്ക് മിണ്ടാൻ കഴിയില്ല, കുഴപ്പമില്ല. അതാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ. നമ്മൾ അതിൻ്റെ മെറ്റഫർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിഷ്ക്രിയത്വമാണല്ലോ ഉറക്കം എന്ന് പറഞ്ഞാൽ, പ്രതികരണം ഇല്ലാത്തൊരവസ്ഥ. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ചതിയുടെയും വഞ്ചനയുടെയും വധശ്രമത്തിൻ്റെയും നശീകരണത്തിൻ്റെയും കാരാഗ്രഹത്തിൻ്റെയും ഒക്കെ ഇടയിലേക്ക് നമ്മൾ പോകുന്നുണ്ടാകുക. അവിടെയും കോണ്ടെക്സ്റ്റൽ അഡാപ്റ്റേഷൻ, നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ എന്നെ കൊണ്ട് എന്ത് പറ്റും അവിടെ ഞാനാകുക, അത് ഞാൻ ചെയ്യുക. എന്നിട്ട് എൻ്റെ മോചനത്തിലേക്കുള്ള നേരത്തെ പറഞ്ഞ മൈക്രോ മൂവ്മെന്റ്സ് നമ്മൾ തർത്തീബ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മൾ അകപ്പെടുന്നത് തിമിംഗലത്തിൻ്റെ ഉള്ളിലായിരിക്കും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അകപ്പെട്ടതുപോലെ ഹെൽപ്ലെസ് ആയിരിക്കും. നമ്മൾ തോന്നും ഇന്ന് ഇരുട്ട് മാത്രമാണ്, ഫനാദാ ഫിൽ ദുലുമാത്ത്, പൂർണ്ണമായി ഒന്നും കാണുന്നില്ല. യൂസുഫ് നബി മൂസാ നബിക്ക് വെളിച്ചമൊക്കെ കാണുന്നുണ്ട്, യൂനുസ് നബി ഒന്നും കാണുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാം. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിമിംഗലമാകുന്ന, അല്ല തിമിംഗലം എന്ന് പറഞ്ഞാൽ ലിറ്ററൽ മീനിങ്ങൾ എടുക്കേണ്ട, നമ്മൾ അകപ്പെട്ടിരിക്കുന്ന തിമിംഗലം അത് വ്യക്തികളാകാം, സംഘങ്ങളാകാം, ഗ്രൂപ്പുകളാകാം, നമ്മുടെ സൗഹാർദ്ദ വലയങ്ങളാകാം, നമ്മുടെ കുടുംബങ്ങളായിരിക്കാം, ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം, നമ്മുടെ സൊസൈറ്റി ആയിരിക്കാം. നമ്മൾ നിഷ്ക്രിയര, ഒന്നും പറ്റുന്നില്ല. അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമ്മൾ ഹാപ്പി എൻഡിങ് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഞാൻ കടന്നു പോകുന്ന വഴികളിൽ, മൊമെന്റുകളിലൊക്കെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇവിടെ ഞാൻ അള്ളാഹുവിന് അനിഷ്ടകരമായ
ഒന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ സഫറിങ്ങിന് ഒരു അർത്ഥം ഉണ്ടാവും. ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അത് നമ്മളൊക്കെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിങ്ങനെ ഈ റമദാനെല്ലാം കഴിഞ്ഞിട്ട് പെരുന്നാളിൻ്റെ വൈകുന്നേരം കുടുംബത്തിലേക്കൊക്കെ പോയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ചായലം കുടിച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞൊരു അർത്ഥമുണ്ട്. എന്താ അതിന് ഒരു മാസം അങ്ങ് പോയി നോമ്പെല്ലെടുത്ത് നമ്മളിങ്ങനെ തറാവീഹ് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞാലേ നമ്മളിങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഈ വലിയ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പറയും എന്തായിരുന്നില്ല അന്നത്തെ പ്രശ്നമൊക്കെ. ഇപ്പോൾ ഒന്നുമില്ല. നമ്മളിപ്പോൾ കൊറോണനെ പറ്റി ആലോചിച്ചാൽ മതി. നമ്മൾ ആലോചിക്കും, ഈ കോഴിക്കോട് അങ്ങാടി മൊത്തം അടച്ചിട്ടു ഒരു ഷോപ്പ് പോലും നടന്നില്ല. നമ്മളത് സർവൈവ് ചെയ്തല്ലോ അല്ലേ, നമ്മൾ സർവൈവ് ചെയ്തല്ലോ. ഇപ്പോൾ ആലോചിക്കും നമുക്കൊരു സമാധാന സന്തോഷമുണ്ട്. ഇനി അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ഇതുപോലെ ആഖിറത്തിലെത്തിയിട്ട് സ്വർഗവാസികൾ പറയുന്ന ഒരു വാചകം ഖുർആൻ ശരീഫിൽ കാണാം. സ്വർഗവാസികൾ പറയും, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നമ്മൾ നാട്ടിൽ എന്തെല്ലാം ബേജാറിലേ, എന്തെല്ലാം ബേജാറിലേ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ, അമൽ നഷ്ടപ്പെട്ടു പോകുമോ, ഹറാമിലേക്ക് പോയി പോകുമോ, രാജ്യം നഷ്ടപ്പെട്ടു പോകുമോ, എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നില്ല, എല്ലാം കഴിഞ്ഞില്ല. ഫമന്നല്ലാഹു അലൈന, അള്ളാഹു നമ്മളോട് എന്തൊരു കരുണയാണ് കാണിച്ചതല്ലേ. അന്ന് അത് പറയാൻ സാധിക്കണമെങ്കിൽ മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ഈ കടന്നു പോകുന്ന എന്ത് പ്രതിസന്ധിയാകട്ടെ, ആ പ്രതിസന്ധിയിൽ ഈ പറയപ്പെട്ടതുപോലെ ഈ അമ്പിയാക്കൾ സ്വീകരിച്ച, ഈ മഹത്വക്കൾ സ്വീകരിച്ച ഒരു സ്ട്രാറ്റജി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എങ്കിൽ ഈ പ്രയാസത്തിൻ്റെ ഇടയിലും നമുക്ക് സന്തോഷിക്കാം. അയ്യോ നബി എട്ടങ്ങാറായി നിൽക്കുകയാണ്, ദ്വാരുന്നതായി ഖുർആൻ പറയുന്നില്ല. അവസാനം ദ്വാരക്കാണ്. എന്താ ദ്വാരെന്ന് അറിയോ? പഠിച്ചവനെ റബ്ബി അന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. ശരീരം മുഴുവൻ വ്രണം പൊട്ടി, ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ഒറ്റപ്പെട്ടു, ആകെ പ്രയാസത്തിലിരിക്കുന്നു. എന്താ ദ്വാരക്കേണ്ടത്? പഠിച്ചവനെ, ഞാൻ നിൻ്റെ ഒരു നബിയാണല്ലോ അല്ലേ, ഞാൻ നിൻ്റെ ഒരു നബിയാണല്ലോ. എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്ന? എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചതാ പഠിച്ചവനെ, എനിക്ക് ആരോഗ്യം എന്താ പഠിച്ചവനെ, എൻ്റെ കുടുംബത്തിന് തിരിച്ചതാ പഠിച്ചവനെ. അയ്യൂബ് നബി ഉപയോഗിച്ച വാക്കെന്താണെന്നറിയോ? റബ്ബി അന്നീ മസ്സനിയദ്ദുർ. പഠിച്ചവനെ, ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, മാറ്റണേന്ന് വരെ ഖുർആനിലില്ല. റബ്ബി അന്നീ മസ്സനിയദ്ദുർ. പഠിച്ചവനെ, ഒരു ഇടങ്ങേറ് വന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് അറിയോ? ഓ അൻത അർഹമുർ റഹീമീൻ. നീ വലിയ കരുണുള്ളവനാണല്ലോ, അപ്പൊ നിനക്ക് എന്നോട് കരുണ തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റിത്തരി. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഉർകുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്. തീരുമാനമായിട്ടുണ്ട് അയ്യൂബ് നബിയെ, അത് നോക്കാനായിരുന്നു അല്ലാഹു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളിതൊക്കെ അംഗീകരിച്ചാലും പ്രയാസം ഉണ്ടാവും ജീവിതത്തിൽ. ഇതൊന്നും അംഗീകരിക്കാത്ത യുക്തിവാദിക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. യുക്തിവാദി എടങ്ങേറായി ബുദ്ധിമുട്ടി അള്ളാഹുവിനെയും ദീനൊക്കെ കുറ്റപ്പെടുത്തും. മുഅ്മിനീങ്ങളായ ആളുകളാണെങ്കിൽ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന അംറഹു കുല്ലഹു ഖൈർ. പ്രയാസം വന്നപ്പോഴും ചിരിക്കുന്നു, പ്രയാസം പോയപ്പോഴും ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം എനിക്ക് നൽകിയതെല്ലാം എൻ്റെ അള്ളാഹു നൽകിയതാണ്. ആ അള്ളാഹുലേക്കാണ് ഞാൻ തിരിച്ചു പോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ സബർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷണങ്ങൾ നമ്മൾ ദുആ ചെയ്ത് ചോദിക്കാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ ചില ആൾ ദ്വാരങ്ങളെയുണ്ട്, കുറച്ചവനെ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ദുനിയാവ് തന്നെ തന്നട. അപകടമാണ്. നബി നിങ്ങൾ ഒരു സഹാബിയെ കണ്ടു, കഠിനമായ രോഗം ബാധിച്ച് ഭയങ്കര പ്രശ്നത്തിനുള്ള. നിങ്ങൾ ചോദിച്ചു, നീ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ദ്വാരുന്നതെന്ന് വെച്ച്, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ദുആ നടത്തിയിട്ടുണ്ടോ? അപ്പോൾ ആ സഹാബി പറഞ്ഞു, നബി ഞാനൊരു ദുആ ദ്വാരുന്നിട്ടുണ്ട്. എന്താ ദുആ എന്നറിയോ? പഠിച്ചവനെ, നീ എന്തെങ്കിലും ശിക്ഷ നീ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആഖിറത്തിൽ തരേണ്ട അള്ളാഹ് ദുനിയാവും തന്നെ തന്നോളൂ. തങ്ങൾ പറഞ്ഞു, മസ്തത്വം അത് കഴിയൂല. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ ചോദിക്കേണ്ടതും റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന. പക്ഷെ അത് ദുആ ചെയ്യുമ്പോഴും നമ്മൾ കരുതണം, നമ്മുടെ ജീവിതയാത്രയിൽ ഇതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകും. ഒന്ന് കഴിയുമ്പോൾ വരിക്കും നമ്മൾ ചെല്ലും കഴിഞ്ഞില്ല. അപ്പോഴാണ് ന്യൂ സാധനം അൺലോക്ക് ആകുന്നത്. കച്ചവടത്തിൻ്റെ അടക്ക വീട്ടി, അപ്പോഴാണ് പുതിയൊരു സാധനം. അത് കഴിയുമ്പോൾ അടുത്തൊന്ന്. അപ്പം നമ്മൾ കരുതിയാൽ മതി, ഇത് അള്ളാഹു സുബ്ഹാനഹു തന്നെ നോക്കാണ് എൻ്റെ അടിമ എന്താണ് ചെയ്യുന്നത് എന്ന്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ഒരു കവിതാ ശകലം കൂടി പറഞ്ഞിട്ട് നമ്മുടെ വിഷയം അവസാനിപ്പിക്കാം. മഹാനവറുകൾ പാടുകയുണ്ടായി, നീ ഈ കാലത്തിനെ വിട്ടുകൊള്ളുക, ഈ കാലം എന്താണ് എന്ന് വെച്ചാൽ ചെയ്തു കൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ നീ മനസ്സംതൃപ്തിയോടുകൂടി, ഇതെല്ലാം അള്ളാഹ് തീരുമാനിച്ച് നടക്കുന്നതാണല്ലോ. ഇറാൻ യുദ്ധമായാലും ഇസ്രായേൽ ഒക്കെ ഇതും ആരറിയുന്നുണ്ട്? അങ്ങനെ അള്ളാഹ് അറിയാണ്ടൊന്നല്ലല്ലോ ഇത് നടക്കുന്നത്.
പഠിച്ചോന് ചില കണക്കൂട്ടലുകളുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഇറങ്ങുമ്പോൾ അത് ഖുദ്സിന്റെ മേലുള്ള കടന്നാക്രമണമാകട്ടെ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കടന്നാക്രമണമാകട്ടെ, രാജ്യത്തിന്റെ അകത്തുള്ളതാകട്ടെ, വീട്ടിനകത്തുള്ളതാകട്ടെ, നഫ്സൻ പഠിച്ചോൻ കാണുന്നുണ്ട്, പഠിച്ചോൻ അറിയുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്താൽ മതി. രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ പറ്റി, രാത്രി എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമാണ്, ഇപ്പൊ ദുനിയാവിനെ കുറച്ച് സമയത്തിനോട് ഉപമിക്കുകയാണ്. ഈ നശ്വരമായ സമയത്തുണ്ടാകുന്ന പ്രയാസത്തിന്റെ പേരിൽ നീ വെപ്രാളപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുത്താൻ, അപായപ്പെടുത്താൻ, അക്രമങ്ങളിലേക്ക് പോകാൻ ഒരിക്കലും തുനിഞ്ഞു പോകരുത്. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾക്ക് ഒരിക്കലും ശേഷിപ്പിക്കില്ല, അതെല്ലാം നശിച്ചു പോകും, തീർന്നു പോകും എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു പാടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. ദുനിയാവിൻ്റെ എല്ലാ ഇടപാടുകളിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് ഹസനാത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم لك الحمد أنت ملك السماوات والأرض ومن فيهن، لك الحمد أنت نور السماوات والأرض ومن فيهن، لك الحمد أنت قيوم السماوات والأرض ومن فيهن. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുറാഹിമീനായ അല്ലാഹുവേ, കരുണയുള്ള പടച്ചവനെ, കൃപയുള്ള നാഥാ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾ പരിശുദ്ധമായ റമളാനിൽ എന്തെല്ലാം ഖൈറുകൾ നന്മകൾ ചെയ്തു അല്ലാഹ്, അതൊക്കെ നീ സ്വീകരിക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഈ റമളാൻ ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കി കളയല്ലേ പടച്ചവനെ. ഇനിയും ഒരുപാട് റമളാനുകൾ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾ ചെയ്തു പോയ തിന്മകൾ, പാപങ്ങൾ, അപാകതകളൊക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ പടച്ചവനെ. യാ അല്ലാഹ്, തഖ്വയുടെ മാർഗ്ഗങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നീ തുറന്നു തരണേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ ആളുകൾ, അവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹുവേ നിനക്കറിയാമല്ലോ അല്ലാഹ്. നീ അറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ റബ്ബേ. ഞങ്ങൾക്ക് നിനക്ക് തൃപ്തിയുള്ള മാർഗങ്ങൾ തുറന്നു തരണേ പടച്ചവനെ. നീ ഞങ്ങൾക്ക് ഈ എല്ലാ വിഷയങ്ങളിലും മഖ്റജ്, എളുപ്പവഴി നീ തുറന്നു തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങൾക്ക് എന്തെല്ലാം നീ നൽകിയിട്ടുണ്ട് അതിലൊക്കെ ഖൈറും ബർക്കത്തും നീ ചൊരിയണേ പടച്ചവനെ. ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കി തരണേ പടച്ചവനെ. അല്ലാഹു, രോഗികളായവർക്ക് നീ ശിഫാ നൽകണേ പടച്ചവനെ. വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ പടച്ചവനെ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ പടച്ചവനെ. വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നീ ഇണകളെ നൽകണേ പടച്ചവനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഖൈറിനെ ചോദിച്ചോ ആ ഖൈറുകളെല്ലാം ഞങ്ങൾ ചോദിക്കുന്നു, നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം ഷർറിൽ നിന്നും കാവൽ ചോദിച്ചോ ആ ഷർറുകളിൽ നിന്നും ഞങ്ങൾ കാവൽ ചോദിക്കുന്നു, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹ്.